പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പഠിച്ച് പെർഫെക്റ്റ് ആയിട്ടിരിക്കുമായിരിക്കും. എങ്കിലും നിങ്ങളുടെ ലാസ്റ്റ് ഘട്ടത്തിലെ ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ മാസ്റ്റർ കെ അക്കാഡമി ഒരു മൊഡ്യൂൾ വൈസ് കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കോപ്പറേഷൻ്റെ ഭാഗത്തെ നമ്മുടെ ഒന്നാമത്തെ മൊഡ്യൂളിലെ ഏറ്റവും ആദ്യത്തെ മൊഡ്യൂളായ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിലെ ടോപ്പിക്കും കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷനും പിന്നെ കോപ്പറേഷൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങളുടെയും കൂടി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് വ്യക്തമായി കാണുക. നമ്മൾ കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നത്. ഓൾറെഡി നമ്മളൊരു റിവിഷൻ ക്ലാസ് മാത്രമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി എല്ലാം പഠിച്ചു വെച്ചിരിക്കുമായിരിക്കും. ഒറ്റത്തവണ നമ്മളൊന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലേ? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നോക്കിക്കേ. നമുക്കറിയാം, പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡായ പ്രിൻസിപ്പിയത്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ബേസിസ് എന്നാണ്. നമുക്ക് അതുപോലെ തന്നെ പിന്നെ എന്താണ് പറയുക, പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബേസിക് ആൻഡ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പർട്ടിക്കുലർ സിസ്റ്റം. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ബേസിക്കായിട്ടുള്ള അതുപോലെ തന്നെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ. അതായത് ഏത് തത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണോ ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പിൾ. ദെൻ അതുപോലെ തന്നെ എ റൂൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. അതല്ല എന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോപ്പറേറ്റീവ് ഏതൊരു സ്ഥാപനത്തിൻ്റെയും റൂള്, നിയമങ്ങളും ചട്ടങ്ങളും ഏതാണോ അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ അതൊന്നും പ്രത്യേകിച്ച് നമുക്ക് പറയാനില്ല. പ്രിൻസിപ്പിയം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് പ്രിൻസിപ്പിൾ എന്ന വാക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എ ലോ ഓഫ് കണ്ടക്ട്, ഏത് രീതിയിലാണ് ഒരു സ്ഥാപനം പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? സഹകരണ തത്വങ്ങൾ. അതായത് ഏതൊരു സഹകരണ സ്ഥാപനവും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ സഹകരണ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ സഹകരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2E 3C ECCC. അപ്പം E കഴിഞ്ഞ് 3C പാലിച്ചുക. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ ഡെഫിനിഷൻസും വരുന്നത് എവിടെയാ? സെക്ഷൻ 2 സെക്ഷൻ 2 ഡെഫിനിഷൻസ് വരുന്നത്. സോ സെക്ഷൻ 2ECCCക്കകത്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ പറഞ്ഞേ? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2ാം ഷെഡ്യൂളിലെ സെക്ഷൻ 2ECCCക്കകത്താണ്. ഓക്കെ ആണ്. അങ്ങനെ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്. അതായത് നമ്മുടെ കേരളത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ ഏത് രീതിയിലാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ലോകമെമ്പാടും സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇതിന്ന് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ദോസ് പ്രാക്ടീസസ് വിച്ച് ആർ എസെൻഷ്യൽ ദാറ്റ് ആർ അബ്സല്യൂട്ട്ലി ഇൻഡിസ്പെൻസിബിൾ ടു ദി അച്ചീവ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് പർപ്പസ്. ഈ ഡെഫിനിഷൻസ് പറഞ്ഞിരിക്കുന്നതൊക്കെ കൃത്യമായി ഓർത്തു വെച്ചിരിക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഒന്നുമില്ല, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു സ്ഥാപനമായിക്കോട്ടെ, ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ദോസ് പ്രാക്ടീസസ് ആണ്. അത് അവരുടെ ഈ പ്രാക്ടീസസ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ പ്രാക്ടീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസെൻഷ്യൽ ആണ്, ഒരു ഇൻഡിസ്പെൻസിബിൾ അല്ല. ഓക്കെ, അബ്സല്യൂട്ട്ലി ഇൻഡിസ്പെൻസിബിൾ ഇൻ ദി അച്ചീവ്മെന്റ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് പർപ്പസ്. അതായത് ഒരു സഹകരണ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം സഹകരണ തത്വങ്ങൾ അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നു. നമ്മൾ പറഞ്ഞത് 2 കാര്യങ്ങൾ മാത്രമാണ്. എന്തൊക്കെയാ? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പ്രിൻസിപ്പിയം എന്ന ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബേസിസ് എന്നാണ്. ഷെഡ്യൂൾ 2 സെക്ഷൻ 2ECCCക്കകത്താണ് നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ് അല്ലെ? എല്ലായിടത്തും ഈ ലോകമെമ്പാടും സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ദെൻ അതുപോലെ തന്നെ ഇനി അടുത്ത നോക്ക്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ദ ഗൈഡ് ലൈൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ കണ്ടക്ട് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആധാരപ്പെടുത്തിയിരിക്കുന്നത് ആരെയാ?
കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ. അതാണ് പറഞ്ഞിരിക്കുന്നത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ നമ്മൾ പരിഗണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗൈഡ് ലൈൻസ് ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ കണ്ടക്ട് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ്. ഏതൊരു ആക്ടിവിറ്റി ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും സഹകരണ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ചെയ്യുന്നത്. ഇതിനതുപോലെ തന്നെ ഡി ജി കാർവേ എന്താ പറഞ്ഞത്? വളരെ ശ്രദ്ധിക്കണം. ഓരോ വ്യക്തികളും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞത് ഒരു കോട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഡി ജി കാർവേ പറഞ്ഞത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, ഡി ജി കാർവേ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ദ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്. അപ്പൊ കാർവേ എന്നല്ലേ പറയുക നമ്മള്? ഡി ജി കാർവേ എന്നല്ലേ നമ്മൾ പറയുന്നത്? ഡി ജി കാർവേ. ഡി ജി കാർവേ എന്നല്ലേ നമ്മൾ പറയുന്നത്? വേ. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? ദ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്. ഏത് രീതിയിലാണ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വഴിയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഇപ്പൊ ഡി ജി കാർവേ വേ, അദ്ദേഹമാണ് വഴി വെട്ടിയെന്ന് ഓർത്താൽ മതി. അദ്ദേഹം പറഞ്ഞത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരു വഴിയാണ്. ഏത് രീതിയിൽ ഒരു സഹകരണ സ്ഥാപനത്തിനെ ഓർഗനൈസ് ചെയ്യണം എന്നതിൻ്റെ വഴിയാണ്. അപ്പൊ ഡി ജി കാർവേ പറഞ്ഞ എന്താ? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ദ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് ദ കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്. ദെൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ എസെൻഷ്യൽ ടു ദി അച്ചീവ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇല്ലാണ്ട് ഒരിക്കലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ റിവിഷൻ ക്ലാസ് ആണ്, നമ്മൾ കുറച്ച് വേഗത്തിലായിരിക്കും കേട്ടോ പോന്നെ. അടുത്തത് പറയുകയാണ്. ദെൻ അടുത്തത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ഹൈ ഐഡിയൽസ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഓക്കെ, then which ought to the inspire all genuine cooperative activity. Cooperative principles are understood. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. സഹകരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ഗോൾസ് എല്ലാം തന്നെ അച്ചീവ് ചെയ്യണം. അപ്പം വേ ഓഫ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞ ആരാണ്? ഡി ജി കാർവേ ആണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞത് അല്ലേ? യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള എന്താണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് അല്ലേ? ഇതിന് അതുപോലെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജെന്യൂൻ കോപ്പറേറ്റീവ് ആക്ടിവിറ്റി, ജെന്യൂൻ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അണ്ടർസ്റ്റുഡ് സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഗവേൺ ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ദി കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഒരു സഹകരണ സ്ഥാപനത്തിന്റെ ലൈഫ്, ജീവിതവും അതുപോലെ തന്നെ ആക്ടിവിറ്റി, ജീവിതവും പ്രവൃത്തിയും എല്ലാം എന്തിനെ ആധാരപ്പെടുത്തിയാണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ആധാരമാക്കിയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തത്, നിലവിൽ നമുക്ക് 7 സഹകരണ തത്വങ്ങളാണുള്ളത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അപ്രൂവ് ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്, ICA ആണ്. നോക്കിക്കേ, there are 7 principles, cooperative principles approved by ICA in the General Assembly, ന്യൂ മാഞ്ചസ്റ്റർ ഹാളിൽ നടന്ന ജനറൽ അസംബ്ലി 1995 സെപ്റ്റംബർ 23 ആയിരുന്നു ന്യൂ മാഞ്ചസ്റ്റർ ഹാളിൽ ICAയുടെ മീറ്റിംഗ് നടന്നത്. അവിടെയാണ് നമ്മുടെ 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിനി 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണുള്ളത് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഇതിനതുപോലെ തന്നെ പ്രപ്പോസസ്, ഇതിനെ പ്രപ്പോസ് ചെയ്ത് ആരാണെന്ന് അറിയാമോ? കാനഡക്കാരനായ ഇയാൻ മക്പേഴ്സൺ ആണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, പ്രിൻസിപ്പിയം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്. അതിൻ്റെ അർത്ഥം ബേസിസ് എന്നാണ്. ഷെഡ്യൂൾ 2 സെക്ഷൻ 2E-C-Cക്കകത്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞു അല്ലേ? ഒരു സെറ്റ് ഓഫ് റൂൾസ്, ഒരു സ്ഥാപനത്തിൻ്റെ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പം ഡി ജി കാർവേ വേ ഓഫ് ഓർഗനൈസിങ്, ആ ഒരു ടേം ഓർത്ത് വെച്ചേക്കാം. ദെൻ 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ICA ആണ് നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അപ്രൂവ് ചെയ്തത്. ഇപ്പോൾ നിലവിൽ 7 ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കോപ്പറേറ്റീവ് 7ാമത്തെ പ്രിൻസിപ്പിൾസിനെയും അക്സെപ്റ്റ് ചെയ്തത് 1995 ന്യൂ മാഞ്ചസ്റ്റർ ഹാളിൽ വെച്ച് നടന്ന കോപ്പറേറ്റീവ് മീറ്റിങ്ങിലാണ്, അതായത് കോപ്പറേറ്റീവ് കോൺഗ്രസ്സിലാണ്. ഏത് വർഷം? സെപ്റ്റംബർ 23, 1995 നടന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്ക്, ഏതൊക്കെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത് നോക്കിക്കേ. കൃത്യമായി പഠിച്ചു വെച്ചേക്കണേ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, എന്തൊക്കെയാണ്?
ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. ഓപ്പൺ ആൻഡ് സ്വമേധയാ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് മെമ്പർ ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് സ്വമേധയാ മെമ്പർ ആകാനായിട്ട് പറ്റും. നമ്മളവിടെ ചെന്നാൽ മതി. വോളണ്ടറിയാണ്, ഒരാൾ നിർബന്ധിച്ചിട്ടല്ല നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആകുന്നത്. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് കൺട്രോള്, അതായത് ഭരണപരമായ ഡെമോക്രസിയാണുള്ളത്, ജനാധിപത്യ ഭരണരീതിയാണുള്ളത്. അവിടെ ഇലക്ഷൻ നടത്തി കൃത്യമായിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയാണ് അധികാരത്തിലേക്ക് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അവരാണ് ഭരണസമിതി വരുന്നത് എങ്ങനെയാ? തെരഞ്ഞെടുപ്പിലൂടെയാണ്. ആ ഭരണസമിതിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കും നമ്മൾ മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ എടുത്തിട്ട് വേണം നമ്മൾ മെമ്പർ ആവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എക്കണോമിക്കലി നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. നമുക്ക് എന്താ ഓട്ടോണമിയാണ്, ഓട്ടോണമി ഇൻഡിപെൻഡൻസ് ഉണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഡെമോക്രസി ആണല്ലോ, ഓൾറെഡി എന്താ പറഞ്ഞിരിക്കുന്നത്, ഡെമോക്രസിയാണ്. ഭരണം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യം ആർക്കും ഇടപെടാനായിട്ട് പറ്റത്തില്ല. ദെൻ അതുപോലെ തന്നെ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ മെമ്പേഴ്സിനും അതുപോലെ തന്നെ പ്രപ്പോസ്ഡ് മെമ്പേഴ്സിനും ആവശ്യമായ വിദ്യാഭ്യാസം, സഹകരണ വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ളത്. ദെൻ അതുപോലെ തന്നെ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. എന്ന് വെച്ചാൽ എന്താണ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, മ്യൂച്വലി പരസ്പര സഹായത്തോടു കൂടി എല്ലാവർക്കും സഹായം എന്നുള്ള രീതിയിലാണല്ലോ സഹകരണ സ്ഥാപനങ്ങൾ വന്നത്. എല്ലാവരും എല്ലാവർക്കും വേണ്ടി എന്തിനാണ് നമ്മൾ എന്തുദ്ദേശിക്കുന്നത്, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇതിന് അതുപോലെ തന്നെ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിക്ക്, ഒരു സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. വളരെ വ്യക്തമായി ഓർത്ത് വെച്ചേക്കുക, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. ആർക്ക് വേണമെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരിക്കലും ജാതി മതഭേദമന്യേ ആർക്കും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ പറ്റും, സ്വമേധയാ തന്നെ മെമ്പർ ആകാൻ പറ്റും. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. ദെൻ ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. ദെൻ അതുപോലെ തന്നെ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. ദെൻ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, ദെൻ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഓർത്ത് വെച്ചേക്കുക ഇത്രയും കാര്യം. ദെൻ അടുത്തത് നമുക്ക് ഓരോന്ന് നോക്കാം. ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഡെമോക്രാറ്റിക്കലി തിരഞ്ഞെടുക്കപ്പെട്ട, അതായത് നമ്മളൊരു എലക്ഷൻ നടത്തി ജനങ്ങളുടെ ഇഷ്ടപ്രകാരം, അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൈനൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ജനറൽ ബോഡിയാണ്. ഈ ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ എ ക്ലാസ് മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ജനറൽ ബോഡി അഥവാ പൊതുസഭ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ ജനറൽ ബോഡിയിൽ നിന്നും ജനറൽ ബോഡിയായ പൊതുയോഗത്തിൽ നിന്നും എ ക്ലാസ് മെമ്പേഴ്സ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഭരണസമിതിക്ക് പറയുന്ന പേരാണ് മാനേജിംഗ് കമ്മിറ്റി. ദെൻ അങ്ങനെ അവരെ തിരഞ്ഞെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് എന്താ പറയുന്നത്, ഡെമോക്രസിയാണ് ഇവിടെ നിലകൊള്ളുന്നത്. ദെൻ നോക്കിക്കേ, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. ദി കൺട്രോൾ ഓഫ് മെമ്പേഴ്സ്, ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഈസ് ഇലക്റ്റഡ് ബൈ എ ബോഡി ദാറ്റ് കൺട്രോൾസ് എ സൊസൈറ്റി. ഓൺലി വൺ വോട്ട്. അതായത് ഏതൊരു മെമ്പർ എത്ര ഷെയർ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ബാധകമല്ല. ഒരു മെമ്പറിന് ഒരൊറ്റ വോട്ട് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ദെൻ അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. ലേറ്റസ്റ്റ് എഡിഷൻ ആഡഡ് ടു ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അപ്രൂവ്ഡ് ബൈ ICA, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ICA അപ്രൂവ് ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ? ദെൻ നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമ്മളൊരു റിവിഷൻ ക്ലാസ് മാത്രമാണ്, പെട്ടെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാണ് കേട്ടോ. സോ നോക്കിക്കേ, കോപ്പറേറ്റീവ് വർക്ക് ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദെയർ കമ്മ്യൂണിറ്റീസ് ത്രൂ പോളിസീസ് അപ്രൂവ്ഡ് ബൈ ദെയർ മെമ്പേഴ്സ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, പൊതുയോഗത്തിൽ നിന്നും
കോമൺ ആയിട്ട് കുറച്ച് പേര് ഇലക്ഷൻ നിൽക്കുന്നു, തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നു. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി നിലവിൽ വന്നാൽ എല്ലാവർക്കും വേണ്ടി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പുതിയ പുതിയ പോളിസീസ്, സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി. സൊസൈറ്റിയുടെ നന്മയെന്ന് പറഞ്ഞാൽ എന്താ? അവിടെയുള്ള ഇൻഡിവിജ്വൽസിന്റെ, മെമ്പേഴ്സിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആര്? ഭരണസമിതി കൊണ്ടുവരുന്നു. അതെല്ലാം തന്നെ നമ്മുടെ എല്ലാ ഭരണസമിതിയിലെ അംഗങ്ങളെല്ലാം കൂടി ആലോചിച്ച്, കൂട്ടമായിട്ടിരുന്ന് ആലോചിച്ചിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ അപ്രൂവ് ചെയ്തിട്ട് നടപടികൾ സ്വീകരിക്കുന്നു. മനസ്സിലായി? അങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റികളും പ്രവർത്തിക്കുന്നത്. അതാണ് പറയുന്നത്. കോപ്പറേറ്റീവ്സ് വർക്ക്സ് ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റീസ്. അതായത് എപ്പോഴും ഒരു കാര്യം ആലോചിച്ച് നോക്കുക, സഹകരണ പ്രസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ നിലകൊള്ളുന്നത് തന്നെ അവിടെയുള്ള മെമ്പേഴ്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. പിന്നെയാണ് അവർ കമ്മ്യൂണിറ്റിയിലേക്ക് കിടക്കുന്നത്. ആദ്യം നമുക്കുള്ള ഗുണം, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിനാണല്ലോ ഏറ്റവും കൂടുതൽ ഗുണമുള്ളത്. പിന്നീട് മാത്രമേ ഉള്ളൂ, പിന്നീടാണ് അവർ കമ്മ്യൂണിറ്റിയിലേക്ക് കിടക്കുന്നത്. കമ്മ്യൂണിറ്റിക്കും കൂടി ഗുണം വേണം എന്ന് വിചാരിക്കുന്നത്. നോർമലി എക്കണോമിക് ഇൻട്രസ്റ്റ്, ഈ സഹകരണ സ്ഥാപനത്തിലുള്ള മെമ്പേഴ്സിന്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത് തന്നെ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അവർ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തന്നെ പ്ലാൻ ചെയ്യുന്നു. എങ്ങനെയാണ്? കമ്മ്യൂണിറ്റീസ് ത്രൂ പോളിസീസ് അപ്രൂവ്ഡ് ബൈ ദെയർ മെമ്പേഴ്സ്. ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്, അതായത് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ അപ്രൂവ് ചെയ്യുന്ന അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. നമുക്കറിയാം 1895 ഓഗസ്റ്റ് 19 വന്ന ICA, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ICA എന്ന് പറഞ്ഞാൽ. ഈ ICA ആണ് നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എല്ലാം അപ്രൂവ് ചെയ്യുന്ന സ്ഥാപനം. ഇതിനതുപോലെ തന്നെ ഫസ്റ്റ് 5 പ്രിൻസിപ്പിൾസിനെ നമ്മൾ ആദ്യത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വന്നേന്ന് പറഞ്ഞാൽ പല പല ചരിത്രങ്ങളിലൂടെയാണ് വന്നത്. 1860 മുതൽ നമ്മളിപ്പോൾ നിൽക്കുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വരെ അതിൻ്റെ ഒരു ഇവല്യൂഷൻ തന്നെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. നമ്മൾ ആദ്യത്തെ കുറച്ച് കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിനൊരു ഇവല്യൂഷൻ ഉണ്ട്. 34, 37, 64, 66 ഓരോ കമ്മിറ്റികളെയും അപ്പോയിന്റ് ചെയ്യും. നിങ്ങൾ ഒന്നും കൂടി പഠിച്ചിട്ട് പുതിയ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പല പല സ്റ്റേജസ് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 1995 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നിലകൊള്ളുന്നത്. അപ്പോൾ ആ ഒരു ഇവല്യൂഷൻ കൃത്യമായി നമ്മൾ പഠിക്കണം. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അപ്രൂവ് ചെയ്യുന്ന അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. ഇതിനതുപോലെ തന്നെ ആദ്യത്തെ 5 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ എസെൻഷ്യൽ എന്നും, ആദ്യത്തെ 5 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ നമ്മൾ എസെൻഷ്യൽ എന്നും, അതുപോലെ തന്നെ പിന്നീടുള്ളതിനെ നമ്മൾ നോൺ എസെൻഷ്യൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നും പറയാറുണ്ട്. എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ നോക്കിക്കേ. ദെൻ ഫസ്റ്റ് 5 പ്രിൻസിപ്പിൾസ് എസെൻഷ്യൽ ഫോർ ഇന്റേണൽ ഡൈനാമിക് ഓഫ് കോപ്പറേറ്റീവ്സ്. ഫസ്റ്റ് 4 പ്രിൻസിപ്പിൾസ് നീഡഡ് ഫോർ ഇന്റേണൽ ആൻഡ് ബാക്കി നമ്മൾ ഇന്റേണൽ നിന്നും എക്സ്റ്റേണൽ എന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഇതിന് നോക്കിക്കേ, ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ നമ്മൾ എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും രണ്ടായിട്ട് തിരിക്കുന്നു. ഇനി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ICA പറഞ്ഞ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എ കോപ്പറേറ്റീവ് ഈസ് ആൻ ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് യുണൈറ്റഡ് വോളണ്ടറിലി ടു മീറ്റ് ദെയർ സോഷ്യൽ എക്കണോമിക് ആൻഡ് to meet their common economic, social and cultural needs and aspirations through a jointly owned and democratically controlled enterprise. ഇത് പലതവണ വായിച്ചു വെച്ചേക്കണം. ICAയുടെ ഡെഫിനിഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞ എന്താണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, എ കോപ്പറേറ്റീവ് ഈസ് ആൻ ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് സ്വയം ഭരണം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ വ്യക്തികൾ യുണൈറ്റഡ് വോളണ്ടറിലി, സ്വമേധയാ ആണ് വ്യക്തികൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് മെമ്പറായിരിക്കുന്നത്. അവർക്കെല്ലാം തന്നെ ദെയർ കോമൺ എക്കണോമിക്, അവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കുറേ നീഡ്സ് ഉണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കോമൺ എക്കണോമിക്, സാമൂഹ്യപരമായും സാമ്പത്തികപരമായും സാംസ്കാരികപരമായും കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ദെൻ അവരെല്ലാം കൂടെ എന്താണ്? ജോയിൻലി ഉണ്ട്, ഒരുമിച്ച് ചേർന്നുകൊണ്ട്, ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ്, എന്നിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനത്തിലൂടെ അവർ പ്രവർത്തിക്കുന്നു എന്നാണ് ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച്, കോപ്പറേറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചല്ല, സഹകരണ സ്ഥാപനങ്ങളെ കുറിച്ച് ICA ഇങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ അടുത്തത് നോക്കാം. ഇനി നോക്കിക്കേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാല്യൂസും എത്തിക്സും.
ദെൻ നോക്കിക്കേ, കോപ്പറേറ്റീവ് വാല്യൂസ് ആർ ബേസ്ഡ് ഓൺ ദി വാല്യൂസ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ വാല്യൂസ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് വാല്യൂ കൊടുത്തിരിക്കുന്നത്? നമ്മൾ പലപ്പോഴും ബിസിനസ് സ്ഥാപനങ്ങൾ, ഏതൊരു സ്ഥാപനങ്ങളും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാല്യൂ, മൂല്യത്തിൽ അധിഷ്ഠിതമായെങ്കിൽ മാത്രമേ ഏതൊരു സ്ഥാപനങ്ങളും നിലനിൽക്കുള്ളൂ, അല്ലെ? എന്തിനും ബിസിനസ് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിലനിൽക്കാനായിട്ട് പറ്റില്ല. സഹകരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ കുറച്ച് വാല്യൂസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഓഫ് സെൽഫ് ഹെൽപ്പ്, സ്വയം, നമുക്കാണെങ്കിൽ എന്താ, സ്വയം സഹായം, അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങളുണ്ടല്ലോ, കുടുംബശ്രീ പോലുള്ള സ്വയം സഹായ സംഘങ്ങൾ, അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, സ്വമേധയാ പരസ്പരം ഇവര് ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്തിട്ട് അവരൊരു വലിയൊരു കാര്യം ചെയ്യുന്നത് എങ്ങനെയാ? ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ചെയ്യുന്നു. ദെൻ ഡെമോക്രസി, ദെൻ ഇക്വാളിറ്റി, ഇക്വാളിറ്റി, ഡെമോക്രസി, സെൽഫ് ഹെൽപ്പ് ആൻഡ് സെൽഫ് റെസ്പോൺസിബിലിറ്റി ആർ ദ വാല്യൂസ്. കോപ്പറേറ്റീവ് വാല്യൂസ് ഏതാണെന്ന് ചോദിച്ചാൽ മറക്കാതെ പറയണം. എന്തൊക്കെയാണ്? സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാളിറ്റി, ഇക്വിറ്റി. ദെൻ അതുപോലെ സോളിഡാരിറ്റി, ഇതെല്ലാം തന്നെ നമ്മുടെ വാല്യൂസ് ആണ്. ഇനി എന്നാ എത്തിക്കൽ വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു. എത്തിക്കൽ വാല്യൂസ് ആണ് ഹോണസ്റ്റ്ലി. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവുകളാണ് എത്തിക്കൽ വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ജന്മസിദ്ധമായിട്ടാണ് നമുക്ക് കുറേ എത്തിക്സ് ഒക്കെ ഉള്ളത്. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലുതായി വരുന്ന ഒരു മനുഷ്യൻ വളർന്നു വരുന്ന അന്തരീക്ഷത്തിലൊക്കെയാണ് നമുക്ക് കൂടുതലും എത്തിക്സ് ഉള്ളത്, അല്ലേ? ദെൻ ഏറ്റവും മോശമായിട്ട് പെരുമാറുന്ന പേരൻസ്, ആരോടും ദയയും ദാക്ഷിണ്യവും ഒന്നും ഇല്ലാത്ത പേരൻസിന്റെ മക്കളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് എത്തിക്സ് കുറവായിരിക്കും. കണ്ടു വളരുന്ന കാര്യമാണല്ലോ കൂടുതലും കാണിക്കുന്ന കുട്ടികളെ. സോ എന്നതുപോലെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നന്മയെന്ന് നമ്മൾ ഉദ്ദേശിക്കും. നന്മ, എത്തിക്സ് എന്ന് വെച്ചാൽ എന്താ? എത്തിക്കൽ വാല്യൂസ്, ഓണസ്റ്റി, സത്യസന്ധത, ഏറ്റവും ഓണസ്റ്റ് ആയിട്ട് പെരുമാറുക, നല്ല രീതിയിൽ സത്യസന്ധമായി പെരുമാറുക. ദെൻ ഓപ്പൺനെസ്, തുറന്നൊരു കാര്യങ്ങളായിരിക്കണം ബിസിനസ്സിൽ നടക്കുന്നത്. എന്ത് കാര്യവും ഇപ്പം നഷ്ടമായാലും ലാഭമായാലും അത് തുറന്ന് കാണിക്കാൻ ഉള്ളൊരു മനസ്സുണ്ടാകണം. അപ്പം ഓണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സമൂഹത്തോടൊരു ഉത്തരവാദിത്വം ഉണ്ടാവണം. അതായത് ഇപ്പൊ കള്ളിന്റെയും കഞ്ചാവിന്റെയും ബിസിനസ് നമുക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങി നടത്താനായിട്ട് പറ്റത്തില്ല. കോപ്പറേറ്റീവ് സൊസൈറ്റി വില കുറച്ച് കിട്ടും എന്നും പറഞ്ഞ് കള്ളിന്റെയും കഞ്ചാവിന്റെയും ബിസിനസ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്താൻ പറ്റുമോ? ഇല്ല. സോ അതാണ് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് കെയറിങ് ഫോർ അതേഴ്സ്. മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ വാല്യൂസിനെ കുറിച്ച് പറഞ്ഞു. എത്തിക്കൽ വാല്യൂസ് ഉണ്ട്. എത്തിക്കൽ വാല്യൂസ് കേൾക്കുമ്പോഴേ അറിയാൻ പറ്റും എന്തൊക്കെയാണ്. ഓണസ്റ്റി, ഓപ്പൺനെസ്, കെയറിങ് ഫോർ അതേഴ്സ്, ദെൻ അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായോ? നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞങ്ങ് പോവുമായിരുന്നു. ദെൻ നമുക്ക് നോക്കാം അടുത്തത്. ദെൻ ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മുടെ സിലബസിലുള്ളതാണ്. ഏതെല്ലാം കാര്യങ്ങൾ കടന്നു വന്നിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉള്ളത്, എന്തെല്ലാം ചരിത്രങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത്, വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഇവല്യൂഷൻ നോക്കിക്കേ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പുട്ട് ഫോർവേഡ് ബൈ റോബർട്ട് ഓവൻ. യഥാർത്ഥത്തിൽ ഈ സഹകരണം ആദ്യമായിട്ട് ഈ സഹകരണം എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞ ആരാണ്? റോബർട്ട് ഓവനാണ്, നമ്മുടെ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ്. പക്ഷെ പുള്ളിക്കാരൻ ഒരുപാട് ഐഡിയാസ് ഉണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും അത് ഉട്ടോപ്യൻ ഐഡിയ ആയിട്ടാണ് തോന്നുന്നത്. വലിയ വലിയ കാര്യങ്ങളാണ്, ഒന്നും നടപ്പിൽ വരുത്താൻ പറ്റത്തില്ല. അത്തരം ഐഡിയാസിന് പറയുന്ന പേരാണ് ഉട്ടോപ്യൻ ഐഡിയ എന്ന്. ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആരെയാണ്? റോബർട്ട് ഓവനെ നമ്മൾ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അബോളിഷൻ ഓഫ്, ഇപ്പം ഈ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പുട്ട് ഫോർവേഡ് ബൈ, നമ്മുടെ റോബർട്ട് ഓവനാണ് ആദ്യമായിട്ട് സഹകരണ പ്രസ്ഥാനം എന്ന ആശയം കൊണ്ടുവന്നത്. ദെൻ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തൊക്കെയാണെന്നറിയാമോ? അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ്, ആർക്കും വ്യക്തിപരമായിട്ടൊരു ലാഭവും വേണ്ട. ദെൻ അതുപോലെ തന്നെ വോളണ്ടറി അസോസിയേഷൻ, എല്ലാവരും സ്വമേധയാ തന്നെ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് മെമ്പർഷിപ്പ് എടുക്കണം. ദെൻ കോമൺ ഓണർഷിപ്പ് ഫോർ പ്രൊഡക്ഷൻ, എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സഹകരണ സ്ഥാപനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓണർഷിപ്പും ഉടമസ്ഥ അവകാശവും എന്തായിരിക്കും? എല്ലാവരും ചേർന്നിട്ടുള്ള ഉടമസ്ഥ അവകാശമാണ് വേണ്ടത്. ആർക്കും വ്യക്തിപരമായ ലാഭത്തിന്റെ ആവശ്യമില്ല. ദെൻ അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ ഓഫ് വെൽത്ത് ഓഫ് ദ കമ്മ്യൂണിറ്റി ഫോർ ഇൻക്രീസിങ് ദ ബെനിഫിറ്റ് ഓഫ് ദ പൂർ. ഈ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ലാഭം, വെൽത്ത് കിട്ടിക്കഴിഞ്ഞാൽ
പാവപ്പെട്ടവർക്ക് വേണ്ടി മുഴുവൻ പണവും വിനിയോഗിക്കുക എന്നാണ് നമ്മുടെ റോബർട്ട് ഓവൻ പറഞ്ഞത്. അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് ഒരാൾക്കും വ്യക്തിപരമായിട്ട് പ്രോഫിറ്റ് ഒന്നും വേണ്ട. ഒരു സഹകരണ സ്ഥാപനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഏതൊരു ബിസിനസ് ഏതെങ്കിലും അസറ്റ് ഉണ്ടെങ്കിലും കളക്റ്റീവ് ഓണർഷിപ്പാണ്, എല്ലാവർക്കും ഒരുപോലെയാണ് ഉടമസ്ഥാവകാശമുള്ളത്. ദെൻ അതുപോലെ തന്നെ ഓഫ് പ്രൊഡക്ഷൻ, ദെൻ എപ്പോഴായാലും നമുക്ക് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലാഭമുണ്ടാക്കിയാൽ അത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അതാണ് പറഞ്ഞത്, ദി വെൽത്ത് ഓഫ് ദി കമ്മ്യൂണിറ്റി ഫോർ ഇൻക്രീസിങ് ദ ബെനിഫിറ്റ് ഓഫ് പൂർ, പാവപ്പെട്ടവരുടെ ബെനിഫിറ്റുകൾ കൂട്ടണം എന്ന് പറഞ്ഞു. ദെൻ അതുപോലെ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഈ സ്റ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്റ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. നോക്കിക്കേ, സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ്. റോച്ച്ഡെയിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനകത്താണ് എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ട് ആര് കൊണ്ടുവന്ന് ICAയുടെ രണ്ടാമെന്ന് പറഞ്ഞാൽ ICA എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും കൊണ്ട് തിരിച്ചു. ദെൻ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഈസ് നോൺ ആസ് ദ കാർവേയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഒന്നാമത്തത് 1860 റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ, രണ്ടാമത്തത് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ്, മൂന്നാമത്തത് നമ്മുടെ DG കാർവേയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ദെൻ അങ്ങനെ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വന്നതിൻ്റെ ഒരു സ്റ്റോറിയാണ് റോച്ച്ഡെയിൽ പൈനിയേഴ്സ്. അതായത് റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആയിരുന്നു ആദ്യം നമുക്കുണ്ടായിരുന്നത്. 1860 അത് അക്സെപ്റ്റ് ചെയ്തത്. ഈ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസിന് ഒരു കഥയുണ്ട്. എന്താണെന്ന് അറിയാമോ? ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ്. 1844 28 ഫ്ലാനൽ വേവേഴ്സ് ഇൻ എ പ്ലേസ് കാൾഡ് റോച്ച്ഡെയിൽ ഇൻ ഇംഗ്ലണ്ടിൽ ഒരു കൺസ്യൂമർ സൊസൈറ്റി ഫോം ചെയ്തു. 1844 ഒരു കൺസ്യൂമർ സൊസൈറ്റി ഇംഗ്ലണ്ടിൽ ഫോം ചെയ്തു. അതാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് സഹകരണ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിച്ച ഏറ്റവും ബെസ്റ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു ഈ പറഞ്ഞ 1844 21 ഫ്രണൽ വീവേഴ്സ് ചേർന്ന് രൂപീകരിച്ച കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അവരുടെ തത്വങ്ങളെ നമ്മൾ എടുത്തിട്ടാണ് 1860 കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് അവിടെ നിന്നാണ് നമ്മൾ ഈ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ബെനിഫിറ്റിംഗ് ദ വീവേഴ്സ് കമ്മ്യൂണിറ്റി, വീവേഴ്സിന്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സൊസൈറ്റി നിലകൊണ്ടത്. അതുപോലെ തന്നെ ദേ ഫോർമുലേറ്റഡ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അങ്ങനെ അവർ ഫോർമുലേറ്റ് ചെയ്തു ആദ്യത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. നോക്കിക്കേ, റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ദെയർ കോപ്പറേറ്റീവ്സ്. അങ്ങനെ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിളായിട്ട് 1860 ഇത് ഇങ്ങനെ 1844 28 ഫണൽ വ്യൂവേഴ്സ് ചേർന്നിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ ഉന്നമനത്തിന് വേണ്ടി രൂപീകരിച്ചു. അവരുടെ പ്രിൻസിപ്പിൾസ് ആണ് റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്ന് പിന്നീട് അറിയപ്പെട്ടത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? റോച്ച്ഡെയിൽ പൈനിയർ അഡോപ്റ്റ് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ 1860. പ്രിൻസിപ്പിൾസ് ഇൻ ദെയർ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ 1860 ഈ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പം ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ 1860 റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ്. ഈ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസിന്റെ കഥയെന്ന് പറഞ്ഞാൽ എന്താണ്? 1844 28 ഫ്രണൽ വീവേഴ്സ് ചേർന്നിട്ട് ഒരു കോപ്പറേറ്റീവ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചു. ഓക്കെ, അടുത്തത് നോക്കിക്കേ, വാട്ട് ആർ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണോ എന്നൊരു ചോദ്യം വന്നാൽ എന്തൊക്കെ എഴുതും? ഓപ്പൺ മെമ്പർഷിപ്പ്, എല്ലാവർക്കും മെമ്പർഷിപ്പ്, ഒരിക്കലും ജാതിഭേദ മതഭേദമന്യേ എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുക്കുന്നു. ഡെമോക്രാറ്റിക് കൺട്രോള്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനമാണുള്ളത്. എല്ലാവർക്കും ഒരു മെമ്പറിന് ഒരു വോട്ട് എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണ സംവിധാനം നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. പാട്രിനേജ് ഡിവിഡൻഡ്, ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ഡിവിഡൻഡ്, അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, എല്ലാവർക്കും ഒരുപോലെ, അതാണ് പാട്രിനേജ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നു. അപ്പോൾ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ എന്തൊക്കെയാ? ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് പാട്രിനേജ് ഡിവിഡൻഡ്.
ഒക്കെയാണ് കോപ്പറേറ്റീവ് റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ്. ഇപ്പൊ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്നാ വന്നേ 1860. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ. ദെൻ അടുത്തത് നോക്ക്, ക്യാഷ് സെയിൽസ്. ദെൻ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, രാഷ്ട്രീയപരമായിട്ടോ അതുപോലെ തന്നെ മതപരമായിട്ടോ ഒരിക്കലും ഞങ്ങൾ ഇടപാടുകൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. എത്രാമത്തെ പ്രിൻസിപ്പിൾസ്? 6ാമത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? 1860 റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തു. അതിനകത്ത് ഓപ്പൺ മെമ്പർഷിപ്പ് ആണ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റലിനോട് താല്പര്യമില്ല, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. 3ാമത്താണ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദെൻ 4ാമത്തെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ പാട്രിനേജ് ഡിവിഡൻഡ്, എല്ലാവർക്കും ഈക്വലി നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നു. ദെൻ അതുപോലെ തന്നെ ക്യാഷ് സെയിൽസ്, പിന്നെന്താ പറഞ്ഞേ? ക്യാഷ് സെയിൽസ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, രാഷ്ട്രീയപരമായോ മതപരമായോ ഒരു രീതിയിലും നമ്മൾ നിൽക്കുന്നില്ല, എല്ലാത്തിലും ന്യൂട്രലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ദെൻ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷനെ പ്രാധാന്യം കൊടുക്കണം. അതായത് ഈ റോബർട്ട് ഓവൻ്റെ പല കാര്യങ്ങളും പരാജയപ്പെടാനുള്ള കാരണം ഇന്ന് കോപ്പറേറ്റീവ് സഹകരണ പ്രസ്ഥാനങ്ങൾ തന്നെ കൊണ്ടുവന്ന ഐഡിയ കൊണ്ടുവന്ന നമ്മുടെ റോബർട്ട് ഓവനാണ്. പക്ഷെ അദ്ദേഹം പലപ്പോഴും പരാജയപ്പെടാനുള്ള കാരണം എന്താ? ശരിക്കും ഉള്ള സഹകരണ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ്. ഈ സഹകരണ വിദ്യാഭ്യാസത്തിനെയും പ്രചരണത്തിനെയും വേണ്ടിയിട്ടാണ് നമുക്ക് നല്ലൊരു NCCT നാഷണൽ നമുക്ക് വിദ്യാഭ്യാസത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്, സഹകരണ വിദ്യാഭ്യാസത്തിന്. NCUA നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, NCCT, ഇതൊക്കെ നമ്മുടെ സഹകരണ എന്താ പറയുക വിദ്യാഭ്യാസവും പ്രചരണത്തിനും വേണ്ടി വന്ന സ്ഥാപനങ്ങളാണ്. ഇത് നമ്മൾ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ്. അങ്ങനെ പാട്രണേജ് ഡിവിഡൻഡ് പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ ക്യാഷ് സെയിൽസ്, ദെൻ എന്താണ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. ദെൻ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സഹകരണ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക. ദെൻ ഇതെന്ന് പറഞ്ഞാൽ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ മാത്രമുള്ളൊരു പ്രിൻസിപ്പിളാണ് സെല്ലിംഗ് ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ്. നമ്മൾ പറഞ്ഞല്ലോ റോച്ച്ഡെയിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ സൊസൈറ്റി ആയിരുന്നു. ഓക്കെ, അതിനനുസരിച്ചാണ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നിട്ടുള്ളത്. നിലവിൽ നമുക്ക് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇല്ല. നമ്മൾ ഏറ്റവും നല്ല വൃത്തിയുള്ളതും പ്യുവറായിട്ടുള്ളതും നശിച്ചു പോകാത്തതുമായ ഗുഡ്സ് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ പറഞ്ഞു. സെല്ലിംഗ് ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ്. 8ാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. റോച്ച്ഡെയിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, ദെൻ പാട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് സെയിൽസ്, മറന്നു പോകരുത് ക്യാഷ് സെയിൽസ്, പിന്നെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ദെൻ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ദെൻ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത് സെല്ലിംഗ് ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് 1860 റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ്. ദെൻ അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ, ദ പർപ്പസ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ് ഓൺ ആൻ ഇക്വിറ്റബിൾ മാനർ വിത്തൗട്ട് സ്പെഷ്യൽ പ്രിവിലേജ്. ഒരു സ്പെഷ്യൽ പ്രിവിലേജും ഇല്ലാതെ തന്നെ ആരെടുത്തായിക്കോട്ടെ, ഏതൊരു മെമ്പർ ആയിക്കോട്ടെ, ആരാണോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആകുന്നത് അവരെയെല്ലാം ഈക്വലി കാണുക എന്നുള്ളതായിരുന്നു റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ലക്ഷ്യം വെച്ചത്. അതാണ് പറഞ്ഞത് ദ പർപ്പസ് ഓഫ് പാട്രണേജ് ഡിവിഡൻഡിന്റെ ലക്ഷ്യം തന്നെ എല്ലാവർക്കും ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഒന്നും തന്നെ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 1860 ഇപ്പോൾ ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ ആദ്യം 1860 റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് നമ്മൾ IC അഡോപ്റ്റ് ചെയ്തു. നമുക്ക് നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആയിട്ട് എടുത്തു. എങ്ങനെയാ ഈ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിളിന്റെ കഥ എങ്ങനെയാണ്? 1844 ഇംഗ്ലണ്ടിൽ ഒരു റോച്ച്ഡെയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നു. ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു. ആ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി സർട്ടൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വളരെ നല്ലതായെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ അതിനെ അഡോപ്റ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ കേട്ടോ. ഇതിന് അടുത്തത് റോച്ച്ഡെയിൽ ആർ കാർഡ് ദ പൈനിയേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് ബിക്കോസ് ദ മൂവ്മെന്റ്. എന്താ വെച്ചാൽ ഈ റോച്ച്ഡെയിലിനെ പൈനിയർ എന്ന് പറയാൻ കാരണം എന്താണ്? ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൈനിയർ എന്ന് പറയുന്നത്. ദെൻ റോച്ച്ഡെയിൽ ആർ കാർഡ് ദ പൈനിയർ ഓഫ് കോപ്പറേറ്റീവ് ബിക്കോസ് ഓഫ് ദ മൂവ്മെന്റ്. ദേ വിയർ റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിങ് ദ ഫസ്റ്റ് പെർമനന്റ്ലി സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സ്റ്റോർ.
ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നല്ലോ അവർ ഫോം ചെയ്തൊരു കൺസ്യൂമർ സ്റ്റോർ ആയിരുന്നു അത്. അതെന്ന് പറഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോയി. ദെൻ അതുപോലെ തന്നെ ദേ സക്സീഡഡ് ഇൻ ഗിവിങ് ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. സഹകരണ മൂവ്മെന്റിന് തന്നെ സഹകരണ പ്രസ്ഥാനങ്ങൾ വരുന്ന സമയത്ത് അതിനൊരു കൃത്യമായ ഷേപ്പ് കൊടുത്തത് ഈ റോച്ച്ഡെയിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു. റോച്ച്ഡെയിൽ സൊസൈറ്റി വന്നതിന് ശേഷമാണ് ഈ കൺസ്യൂമർ സ്റ്റോർ വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദെൻ അതുപോലെ തന്നെ ദ ഇൻഡിവിജ്വൽ ഇൻവോൾവ് ഇൻ ദ ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റീസ്. ഈ 28 ഫ്രണൽ വീവേഴ്സ് ചേർന്നാണ് കൺസ്യൂമർ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത്. ഇവർ ഇത്രയും പേരും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഉള്ള ഏറ്റവും നല്ല വ്യക്തികളായിരുന്നു. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയത്. ദെൻ അതുപോലെ തന്നെ ദേവേദ പേഴ്സൺ ഹുഡ് ഓർഗനൈസ് ആൻഡ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി വിച്ച് ഹോൾഡ് ദ പ്രൊമിനന്റ് പ്ലേസ് ഇൻ ബ്രിട്ടൻ ഈവൻ നോ. അതായത് അന്ന് തുടങ്ങി വെച്ച സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ബേസ് ഇപ്പോഴും ഇംഗ്ലണ്ടിൽ നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഇവല്യൂഷനാണ്. ഇത്തരം കഥകളൊക്കെ നമുക്ക് വിടാം. നമുക്ക് നമ്മുടെ ഇവല്യൂഷനെ കുറിച്ച് പഠിക്കാം. സഹകരണ തത്വങ്ങൾ വന്നതിൻ്റെ ഒരു ചരിത്രത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കാം. ദെൻ അടുത്തത് നോക്കിക്കേ, എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ. നമ്മൾ ആദ്യം പറഞ്ഞു 1860 ആദ്യത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ദെൻ രണ്ടാമത് കാറ്റഗറൈസ് ചെയ്തു എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സഹകരണ തത്വങ്ങളെന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാൽ ആവശ്യമുള്ളതാണ് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. നോക്ക്, ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും രണ്ടായിട്ട് തിരിച്ചത്. പിന്നെ ഇത് നോക്കിക്കേ, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA 1937 ദ ബേസിസ് ഫോർ ICA പ്രിൻസിപ്പിൾ ഓഫ് 1937. നമുക്ക് ഈ ഇത് പഠിക്കുന്ന സമയത്ത് കുറേ വർഷങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചേക്കണം. 1937 34 ബേൺമൗത്തിൽ വെച്ച് നമുക്കൊരു മീറ്റിംഗ് നടന്നു. അങ്ങനെ കുറേ എന്താ പറയുക വർഷങ്ങൾ കൃത്യമായി പഠിക്കണം. കാര്യം ഇതെല്ലാം നമുക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. നോക്കിക്കേ, എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും രണ്ടായിട്ട് തിരിച്ചത് സെക്കൻഡ് സ്റ്റേജിലാണ് കേട്ടല്ലോ. സെക്കൻഡ് സ്റ്റേജിലാണ് പ്രിൻസിപ്പിൾസിനെ തിരിക്കുന്നത്. പ്രിൻസിപ്പിൾസിനെ എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും തിരിച്ച് ആരാ? നമ്മുടെ ICA ആണ് തിരിച്ചത്. ദെൻ കോപ്പറേറ്റീവ് അലയൻസ് ദ ബേസിസ് ഫോർ ICA പ്രിൻസിപ്പിൾ ഓഫ് 1937 റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ. അതായത് 1937 ഈ ഞാൻ പറയാം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇവല്യൂഷൻ ചെയ്താണ് 1995 നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആയത്. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഇവല്യൂഷൻ നടത്തിയിട്ട് 1937 കേട്ടോ. ദെൻ ഇതിൻ്റെ ബേസ് എന്താണ്? ഇപ്പം നമ്മൾ ഈ കാണുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിളാണ്. 1860 വന്ന റോച്ച്ഡെയിൽ പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് ഇപ്പോഴുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പോലും നിലകൊള്ളുന്നത്. ICA appointed a committee to review the cooperative principle in 1934. നമ്മൾ പറഞ്ഞു. അപ്പോൾ 1860 കഴിഞ്ഞ് ഒരനക്കവും ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ പറയാണ് 1934 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഒന്നും കൂടി ഒന്ന് റിവ്യൂ ചെയ്യണം. വർഷങ്ങൾ കഴിയുമ്പോൾ വ്യക്തികൾ മാറും, കുറേ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഒന്ന് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് ICA 1934 അതാണ് പറയുന്നത്. ICA appointed a subcommittee to review a cooperative principles in 1934. The cooperative principles reviewed and amended for the first time ICA's 15ാമത്തെ വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ് പാരീസിൽ വെച്ച് നടന്നു. അങ്ങനെ ആദ്യമായിട്ട് 1860 പ്രിൻസിപ്പിൾസിൽ അവർ തൊട്ടിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ചു ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 1934 അപ്പോയിന്റ് ചെയ്യുന്നത്. 34 ഇവരെ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരു എന്താ പറയുക കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രിൻസിപ്പിൾസിനെയൊക്കെ ഒന്ന് റിവ്യൂ ചെയ്താൽ കൊള്ളാമെന്ന് ആലോചിക്കുകയും ദെൻ 1934 ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റി കൃത്യമായി പ്രിൻസിപ്പിൾസിനെ പഠിച്ചതിന് ശേഷം 37 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂ ചെയ്തിട്ട് റിവ്യൂ ചെയ്തതിന് ശേഷം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു 1937. എവിടെ വെച്ചായിരുന്നു അറിയാമോ? മറന്നു പോകരുത്, പാരീസ് കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ടാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1937. ദെൻ അതുപോലെ തന്നെ ICA അക്സെപ്റ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ ദെയർ 37. അങ്ങനെ ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ICA 1937 അക്സെപ്റ്റ് ചെയ്തു. 1860 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അതിനെ ആദ്യമായി റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ICA ഒരു സബ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. 34 അതിനെക്കുറിച്ച് ആലോചന നടക്കുന്നത്. 1937 ആ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു കേട്ടല്ലോ.
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നോക്കാം. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് accepted the cooperative principles 1937. IC appointed a subcommittee. നമ്മൾ പറഞ്ഞല്ലേ. അപ്പം 1937 ആ കമ്മിറ്റി നമ്മുടെ ICA ഈ പ്രിൻസിപ്പിൾസ് അക്സെപ്റ്റ് ചെയ്യുന്നത്. Then നോക്കിക്കേ, the accepted the principles 1937. ICA appointed subcommittee 1934 for the purpose of reformulation of cooperative principles. 34 അപ്പോയിന്റ് ചെയ്യുന്നു ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിപ്പോർട്ട് 37 സബ്മിറ്റ് ചെയ്യുന്നു. ദി പ്രിൻസിപ്പിൾസ് ഇൻ ടു സച്ച്, അതായത് ഈ പ്രിൻസിപ്പിൾസിനെ രണ്ടാമത്തെ സ്റ്റേജിൽ വന്ന പ്രിൻസിപ്പിൾസിനെ നമ്മൾ എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും രണ്ടായിട്ട് തിരിച്ചു. എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. ദെൻ അടുത്തത് നോക്ക്, എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ച 1860 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് മറന്നു പോകരുത്. അതിനകത്തെ 8ാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. 8ാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ് സെല്ലിംഗ് ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്. എന്താണ് ഒഴിവാക്കിയത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വന്നാൽ നിങ്ങൾ കൃത്യമായി പറയണം. 8ാമത്തെ പ്രിൻസിപ്പിളാണ് ഒഴിവാക്കിയത്. ദെൻ അതിനുശേഷം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1934 ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. ആ കമ്മിറ്റി റിപ്പോർട്ട് 1937 സബ്മിറ്റ് ചെയ്യുന്നു. ആ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിനകത്ത് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നുള്ള 2 കാറ്റഗറിയിലാണ് പ്രിൻസിപ്പിൾസിനെ കൊണ്ടുവന്നത്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ മെമ്പർഷിപ്പ്. ഓക്കെ, എല്ലാവരും ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. ജാതി മതഭേദമന്യേ സാമ്പത്തിക ഭേദമന്യേ എല്ലാവർക്കും കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കൊടുക്കും. ഇതിന് അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണുള്ളത്, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനമാണുള്ളത്. ദെൻ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ദ പ്രപ്പോർഷൻ ഓഫ് ട്രാൻസാക്ഷൻസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി വ്യക്തികൾ നടത്തുന്ന ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർക്ക് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഒരു വ്യക്തിക്ക് ഒരു എ ക്ലാസ് മെമ്പർ സൊസൈറ്റിയുമായി ഇടപാടുകളെ ബേസ് ചെയ്തിട്ട് നടത്തുന്ന ഇടപാടുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സൊസൈറ്റിയിലേക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നത്. സൊസൈറ്റി വ്യക്തികൾക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ഡിവിഡൻഡ് ഓൺ പർച്ചേസ് ഓർ പാട്രണേജ് ഡിവിഡൻഡ് നമ്മൾ പറയുന്നത്. പാട്രണേജ് ഡിവിഡൻഡ് എന്നതിന് പറയുന്നത് ഒരു വ്യക്തി സൊസൈറ്റിയുമായി നടത്തുന്ന ഇടപാടുകളെ ബേസ് ചെയ്ത് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് പാട്രണേജ് ഡിവിഡൻഡ്. ദെൻ അതുപോലെ തന്നെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനോട് വലിയ താല്പര്യമില്ല. പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, രാഷ്ട്രീയപരമായും മതപരമായും ഒന്നിനെയും എടുത്തവർ തലയിൽ വെക്കാറില്ല. എല്ലാത്തിലും അവർ ന്യൂട്രലായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എസെൻഷ്യൽ ആണ് നോൺ എസെൻഷ്യൽ. എസെൻഷ്യൽ പ്രിൻസിപ്പിളാണ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. ദെൻ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് നമ്മുടെ പാട്രണേജ് ഡിവിഡൻഡ് തന്നെ അവരുടെ എത്രയാണോ ട്രാൻസാക്ഷൻസ് സൊസൈറ്റിയും വ്യക്തികളും തമ്മിൽ എങ്ങനെയാണോ ട്രാൻസാക്ഷൻ നടത്തുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സൊസൈറ്റി ഡിവിഡൻഡ് കൊടുക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് വലിയ താല്പര്യമില്ല, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, ദെൻ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും എല്ലാത്തിലും നമ്മൾ ന്യൂട്രലായിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നിലകൊള്ളുന്നത്. നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് ട്രേഡിങ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് സഹകരണ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ രണ്ടാമത്തെ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് വന്നപ്പോൾ എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും രണ്ടായിട്ട് തിരിച്ചപ്പോൾ നോൺ എസെൻഷ്യലിൻ്റെ കാറ്റഗറിയിലാണ് നമ്മൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇട്ടത്. അതാണ് പറയുന്നത്. അതായത് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിളാണ്, ഓപ്ഷണൽ ആണ് ഇവരെല്ലാം. എന്തൊക്കെയാണ്? ക്യാഷ് ട്രേഡിങ്, ബിസിനസ് നടത്തുക, കാശ് വെച്ച് ബിസിനസ് നടത്തുക. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനെ പ്രൊമോട്ട് ചെയ്യുക. സെല്ലിംഗ് ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്. ഏതാണ്? നമ്മുടെ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ അല്ലേ സെല്ലിംഗ് ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്. അതെല്ലാം നോൺ ഇമ്പോർട്ടൻസിന്റെ നോൺ എസെൻഷ്യലിന്റെ കാറ്റഗറിയിലാണ് ഈ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ വന്നപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നോക്ക്, റീഫോർമുലേറ്റ് 3rd സ്റ്റേജിൽ നമ്മുടെ കാർവേയെ അപ്പോയിന്റ് ചെയ്യുന്നു. 1964 63 ബേൺമൗത്തിൽ വെച്ചിട്ടൊരു മീറ്റിംഗ് നടക്കുന്നു. ഇനി നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഒന്നും കൂടി പുനർപരിശോധിക്കണം എന്നുള്ള മീറ്റിംഗ് നടത്തുന്നു 1963. ഓക്കെ, അങ്ങനെ നമ്മുടെ NCDC വന്ന വർഷം 1963 NCDC വന്നു. NCDC ആക്ട് വന്നത് 62 അങ്ങനെ അതേ 62 1963 ഒരു ബേൺമൗത്തിൽ വെച്ചൊരു മീറ്റിംഗ് നടത്തുകയാണ്. ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഒന്നും കൂടി ഉടച്ചു വാർത്താൽ നല്ലതായിരിക്കുമെന്ന് ചിന്തിക്കുന്നു. ICA ചിന്തിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ 64 നമ്മുടെ DG കാർവെ അപ്പോയിന്റ് ചെയ്യുന്നു.
ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ 64 പഠിക്കുകയും 66 അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എട്ടാമത്തെ സ്റ്റേജ് ആയി. അപ്പോഴത്തേക്ക് മൂന്നാമത്തെ സ്റ്റേജ് ആയില്ലേ? ഫസ്റ്റ് റോച്ച്ഡെയിലായി, പിന്നെ അത് കഴിഞ്ഞിട്ട് സബ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് 37 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. മൂന്നാമത് DG കാർവേനെ അപ്പോയിന്റ് ചെയ്യുന്നു അല്ലെ. അദ്ദേഹം 66 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് റീഫോർമുലേറ്റഡ് കാർവേ കമ്മിറ്റി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. തേർഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് കാർവേ പ്രിൻസിപ്പിൾസ്. കാർവേ തേർഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഈസ് നോൺ ആസ് കാർവേ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. കാർവേ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. സെക്കൻഡ് മോഡിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ബൈ ICA. ICA അപ്പോയിന്റ് ചെയ്യുന്നു 64. അതുപോലെ DG കാർവേ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു 66. അങ്ങനെ ഈ അക്സെപ്റ്റ് ചെയ്ത റിപ്പോർട്ടുകളെല്ലാം സ്വീകരിച്ച് 66 ആകുമ്പോഴേക്കും അവർ DG കാർവേയും കൂടി റീഫോർമുലേറ്റ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അവർ അഡോപ്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പം നമ്മൾ പറഞ്ഞത് 1860 ഓർത്തിരിക്കുക, റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ്. അതിനകത്ത് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് സെല്ലിംഗ് ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്. ഓക്കെ ആണേ, മറന്നു പോകല്ലേ, നന്നായിട്ട് മനസ്സിലാക്കണേ. അതിനുശേഷം പിന്നീട് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് ഇതിനെ നമ്മൾ വീണ്ടും ഒന്ന് റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. അത് 37 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ 37 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1963 IC ആലോചിക്കുക, ബേൺമൗത്തിലെ മീറ്റിംഗ് വെച്ച് ആലോചിക്കുക, ഇനി ഇതിനെ ഒന്നും കൂടി റീഫോർമുലേറ്റ് ചെയ്താലോ. അങ്ങനെ 64 നമ്മൾ DG കാർവേ അപ്പോയിന്റ് ചെയ്യുന്നു. നിങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരാനായിട്ട് പറയുന്നു. അങ്ങനെ DG കാർവേ 66 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റീഫോർമുലേറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായല്ലോ. നമ്മുടെ DG കാർവേയുടെ കഥ മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം 1963 22ാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് ബേൺമൗത്തിൽ വെച്ച് നടന്നു. 63 മനസ്സിലായോ? എന്നിട്ട് ICA ആണെങ്കിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ DG കാർവേ അപ്പോയിന്റ് ചെയ്യുന്നു. അതാണ് പറയുന്നത് 64 ICA DG കാർവേ അപ്പോയിന്റ് ചെയ്യുന്നു. അദ്ദേഹം പ്രിൻസിപ്പിൾസിനെ ഒന്ന് റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. ആ കമ്മിറ്റിയുടെ ചെയർമാനാണ് DG കാർവേ. അപ്പം അങ്ങനെ പ്രിൻസിപ്പിൾസ് വിത്ത് എന്താ പറയുന്നത് 1964 ICA അപ്പോയിന്റഡ് എ കമ്മിറ്റി ഫോർ ദ റീഫോർമുലേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വിത്ത് പ്രൊഫസർ DG കാർവേ ഫ്രം ഇന്ത്യ ആസ് ദ ചെയർമാനായിട്ട് ഈ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തത്? DG കാർവേയാണ്. അതുപോലെ തന്നെ ആ ചെയർമാൻ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു കേട്ടോ. 5 രാജ്യങ്ങളിലെ റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ടായിരുന്നു. അമേരിക്ക, ഇംഗ്ലണ്ട്, റഷ്യ, USA, UK, USSR, ജർമ്മനി ആൻഡ് ഇന്ത്യ. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. 1844 റോച്ച്ഡെയിൽ പൈനിയേഴ്സ് സൊസൈറ്റി ഉള്ളത്, കൺസ്യൂമർ സൊസൈറ്റി ഉള്ളത്. അവരുടെ പ്രിൻസിപ്പിളാണ് 1860 വന്ന കോപ്പറേറ്റീവ് റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ. അതിനെ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1934 അപ്പോയിന്റ് ചെയ്യുന്നു. 37 സബ് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഈ റിപ്പോർട്ട് വന്ന് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും രണ്ടായിട്ട് തിരിച്ചു. 63 വീണ്ടും റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആലോചനാ യോഗം ബേൺമൗത്തിൽ വെച്ചിട്ട് 22ാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കുന്നു. അതിനുശേഷം 64 DG കാർവേ അപ്പോയിന്റ് ചെയ്യുന്നു. 66 അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളെ വ്യക്തമായി വിശ്വസിക്കുന്നു. അടുത്തത് റീഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വേറെ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദെയർ 66. 66 നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? ഇങ്ങനെയല്ലേ എഴുതുന്നേ? അപ്പോൾ VI എന്ന് എഴുതി വെച്ചുക. ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ചിട്ടാണ്, വിയന്നയിലെ കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ടാണ് ഈ റിപ്പോർട്ട് DG കാർവേ അപ്പോയിന്റ് ചെയ്യുന്നത്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോയിന്റ് ചെയ്തത് 64 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 66 വിയന്നയിൽ ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ച് നടന്ന കോപ്പറേറ്റീവ് കോൺഗ്രസിലാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. Then the reformulated cooperative principles were accepted by the International Cooperative Alliance in 1966 at Vienna Cooperative Congress. Then അതുപോലെ തന്നെ the reasons for the approval of cooperation among cooperative principles were as per the recommendation. അതായത് ഇവർ കൊണ്ടുവന്നെയാണ് എന്തായിരുന്നു? കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. എല്ലാവർക്കും വേണ്ടിയിട്ട് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ കാർവേയുടെ പ്രിൻസിപ്പിളായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. കൃത്യമായി മനസ്സിലായല്ലോ. അടുത്തത്
The reformulated cooperative principles in 1966 ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ഉണ്ട്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ ഉണ്ട്, ഡെമോക്രാറ്റിക് കൺട്രോൾ ഉണ്ട്, ഡിവിഡൻഡ് ഓൺ പർച്ചേസ് അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ദെൻ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനോട് വലിയ താല്പര്യമില്ല. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സഹകരണ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം. ദെൻ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, അതാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്, നമ്മുടെ DG കാർവേ കൊണ്ടുവന്ന പ്രിൻസിപ്പിളാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ദെൻ അതുപോലെ തന്നെ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആൾസോ, നമ്മൾ ഈ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന പ്രിൻസിപ്പിളിന് പറയുന്ന വേറൊരു പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത്. അതല്ല എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഹെൽപ്പ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കാർവേ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കാർവേ പ്രിൻസിപ്പിൾ. ദെൻ അതുപോലെ തന്നെ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സിന് പറയുന്ന പേരാണ് എന്തായിരുന്നു, കാർവേ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാലും അതുപോലെ തന്നെ ഗ്രോത്ത് പ്രിൻസിപ്പിൾ, മ്യൂച്വൽ ഹെൽപ്പ് പ്രിൻസിപ്പിൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് നമ്മൾ എഴുതണമെന്നറിയാമോ? കാർവേ കൊണ്ടുവന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളായ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, സഹകാരികൾക്ക് വേണ്ടിയിട്ടുള്ള സഹകരണം എന്നതാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് പറയുന്നത്. ദെൻ അടുത്ത് നോക്കാം. ഇനി അതും കഴിഞ്ഞ് അപ്പം നമ്മുടെ 3 സ്റ്റേജ് നമ്മൾ താണ്ടി ഇഞ്ഞ് വന്നു. ഇനി 4ാമത്തെ സ്റ്റേജിലാണ് റിവൈസ്ഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ കൊണ്ടുവന്നു. ഏതൊക്കെയാണ്? ദ 4th സ്റ്റേജിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ വീണ്ടും റിവൈസ് ചെയ്ത് കൊണ്ടുവന്നു. ICA there are 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ ICA ജനറൽ മാഞ്ചസ്റ്റർ ഹാളിൽ 23 സെപ്റ്റംബർ 1995 ആരാണ്? ഇനി ഇവരെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇയാൻ മക്പേഴ്സൺ ലാസ്റ്റ് കൊണ്ടുവന്ന പ്രിൻസിപ്പിൾസ് ആണ് ഇപ്പോൾ നമുക്കുള്ളത്. 1995 ന്യൂ മാഞ്ചസ്റ്റർ ഹാളിൽ വെച്ചിട്ട് നടന്ന മീറ്റിംഗ് ആയിരുന്നു. 23 സെപ്റ്റംബർ 1995 കൊണ്ടുവന്നതാണ്. ഒന്നും കൂടി പറയാം. നാലാമത്തെ സ്റ്റേജിൽ റിവൈസ്ഡ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നു. നാലാമത്തെ സ്റ്റേജിൽ വന്നാണ് റിവൈസ്ഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ബൈ ICA in 1995. There are 7 പ്രിൻസിപ്പിൾസ്, 7 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഇത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഈ ICA ജനറൽ അസംബ്ലി ഈ പ്രിൻസിപ്പിൾസിനെ ആര് കൊണ്ടുവന്നതെന്നറിയാമോ? നമ്മുടെ കാനഡക്കാരനായ ഇയാൻ മക്പേഴ്സൺ ആണ് ലാസ്റ്റ് ഈ പറഞ്ഞ 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നത്. ഇതിനെ അപ്രൂവ് ചെയ്തത് 1995 സെപ്റ്റംബർ 23 ന്യൂ മാഞ്ചസ്റ്റർ ഹാളിൽ വെച്ചിട്ടാണ്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? 1, 2, 3, 4. നാലാമത്തത് കാനഡക്കാരനായ ഇയാൻ മക്പേഴ്സൺ കൊണ്ടുവന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. 1995 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് കേട്ടോ. ഇതിനെ അപ്രൂവ് ചെയ്തത് ഈ ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അപ്രൂവ് ചെയ്യുന്നത്. ദെൻ വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ് ഉണ്ടല്ലോ. ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ അതും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് അതായത് സഹകരണ സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് സ്വയം ആണ് ഭരിക്കുന്നത്. അവർക്ക് സഹകരണ സ്ഥാപനങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയുണ്ട്. അവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ, സഹകരണ സ്ഥാപനങ്ങളുടെ ഡേ ടു ഡേ കാര്യങ്ങൾ നോക്കാൻ ഈ ഭരണസമിതി മാത്രം മതി. നമ്മുടെ ഗവൺമെന്റ് ഒന്ന് കൺട്രോൾ ചെയ്താൽ മാത്രം മതി, ഒരു നോട്ടം മാത്രം മതി ഗവൺമെന്റിന്റെ. അല്ലാതെ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ദെൻ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, സഹകരണ വിദ്യാഭ്യാസവും കൊടുക്കണം, പരിശീലനവും കൊടുക്കണം. ദെൻ അതുപോലെ തന്നെ നമ്മുടെ കാർവേ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്നുള്ള പ്രിൻസിപ്പിളായ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ദെൻ അതുപോലെ തന്നെ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുക, അതാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇത്രയും പ്രിൻസിപ്പിൾ 4ാമത്തെ സ്റ്റേജിൽ വന്ന പ്രിൻസിപ്പിളാണ്. ദെൻ നോക്ക് വേഗം അടുത്തത് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്കറിയാവുന്ന കാര്യം. മെമ്പേഴ്സ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയാണ് സൊസൈറ്റിയിലുള്ളത്. അവരാണ് സൊസൈറ്റിയിലെ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യേണ്ടത് കേട്ടല്ലോ. ഭരണസമിതിയാണ്. ദാറ്റ് കൺട്രോൾസ് സൊസൈറ്റി. ദ ലേറ്റസ്റ്റ് എഡിഷൻ ഓഫ് കോപ്പറേറ്റീവ് അപ്രൂവ്ഡ് ബൈ കൺസേൺ ഫോർ അതോറിറ്റി, കോപ്പറേറ്റീവ് വർക്ക് ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യേണ്ടുന്നത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അവരുടെ എക്കണോമിക് ഡെവലപ്മെന്റിലൂടെ തന്നെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലക്ഷ്യമിടുന്നത്. നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന മൊഡ്യൂളുമായി ബന്ധപ്പെട്ട, അതായത് ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന മൊഡ്യൂളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം.
നോക്കിക്കേ, അക്കോർഡിംഗ് ടു ജോർജ് ഡേവിഡോനിക്ക് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഡേവിഡോണിക്കിന്റെ അഭിപ്രായ പ്രകാരം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നാൽ എന്തൊക്കെയാണ്? ഗൈഡ് ലൈൻസ് ഫോർ മെമ്പർ എഡ്യൂക്കേഷന്, മെമ്പേഴ്സിന് വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പ്രാക്ടീസസ് എസെൻഷ്യൽ ടു അച്ചീവ് കോപ്പറേഷന്, അതായത് ചില പ്രാക്ടീസസ് ആണ് കോപ്പറേറ്റീവ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രാക്ടീസുകളാണ്, കോപ്പറേറ്റീവ്സിന് അത്യാവശ്യമായ കുറച്ച് പ്രാക്ടീസുകളാണ്. ദെൻ ഈ സെറ്റ് ഓഫ് റൂൾസ്, കുറച്ചധികം റൂൾസ് ആണ്, കുറച്ചധികം നിയമങ്ങളും ചട്ടങ്ങളുമാണ്. ദാറ്റ് ഗവേൺ, അതാണെങ്കിൽ ഗവേൺ ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ, ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ ജീവിതവും അതിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ജീവിതം, അതെങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മുന്നോട്ട് പോകേണ്ടതെന്ന് വെച്ചാൽ, ജീവിതം എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിന്റെ ജീവിതം എന്നുള്ളതല്ല, ആ സൊസൈറ്റി ഏതെല്ലാം നിയമത്തിലും ചട്ടത്തിലും അനുസരിച്ച് വേണം ആ കോപ്പറേറ്റീവ് സൊസൈറ്റി മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയുന്നതാണ് ഈ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഗവേൺ ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണ്? ഇക്കണോമിക് ജസ്റ്റിസ് ഫോർ ഓൾ മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സിനും സാമ്പത്തിക നീതി ഉറപ്പാക്കണം. എന്നാൽ എന്തായിരിക്കും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് ഇദ്ദേഹം പറഞ്ഞത്? നോക്കിക്കേ, എന്താണ്? ഈ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഗവേൺ ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്നാണ് ജോർജ് ഡേവിഡോനിക്ക് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറഞ്ഞത്. പഠിച്ചു വെച്ചിരിക്കുക. ദെൻ അതുപോലെ ഇനി അടുത്ത നോക്കിക്കേ, ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്ഡ് ഇൻ, ആദ്യമായിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എങ്ങനെയാ വന്നത്? നമുക്കറിയാം, 1844 റോഷ്ഡേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് 28 ഫ്ലണൽ വീവേഴ്സ് ചേർന്നിട്ട് ഒരു കൺസ്യൂമർ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു. അവർ കുറച്ച് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നിരുന്നു. അത് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയതുകൊണ്ട് നമ്മുടെ ICA ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ സഹകരണ തത്വങ്ങളായിട്ട് അഡോപ്റ്റ് ചെയ്തു 1860 അല്ലേ? അതാണ്. നോക്കാം ഇനി. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് were developed in 1844 by ICA കോൺഗ്രസ് ആണോ, റോച്ച്ഡെയിൽ പൈനിയർ ആണോ, കാർവേ കമ്മിറ്റി ആണോ? ആരുടെ ആയിരുന്നു ഇത്? നമ്മുടെ റോച്ച്ഡെയിൽ പൈനിയേഴ്സിന്റെ ആണ് ആദ്യത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെ? ആദ്യമായിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്ന ആരാണ്? റോച്ച്ഡെയിൽ പൈനിയേഴ്സ് ആണ്. അടുത്ത നോക്കാം. ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് സർപ്ലസ് ടു മെമ്പേഴ്സ് ഇൻ പ്രപ്പോർഷൻ ടു ദെയർ ട്രാൻസാക്ഷൻ ഈസ് കാൾഡ്. ഒരു വ്യക്തി, ഒരു മെമ്പർ സൊസൈറ്റിയുമായിട്ട്, സഹകരണ സ്ഥാപനവുമായിട്ട് നടത്തുന്ന ഇടപാടുകളെ ബേസ് ചെയ്തിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് പാട്രിനേജ് ഡിവിഡൻഡ്. ഒരു സൊസൈറ്റിയിൽ ഒരു മെമ്പർ നടത്തുന്ന ഇടപാടുകളെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഡിവിഡൻഡ് കൊടുക്കുന്നത് എങ്കിൽ പറയുന്ന പേരാണ് പാട്രിനേജ് ഡിവിഡൻഡ്. അദ്ദേഹം ഒരു ക്ലാസ് മെമ്പർ ആയിരിക്കണം, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയർ എടുത്തിട്ടുണ്ടായിരിക്കണം. അതുമാത്രവുമല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി നിരന്തരം ഇടപാടുകൾ നടത്തുകയും ചെയ്യണം. അങ്ങനെ നിരന്തരമായി ഇടപാട് നടത്തുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ഡിവിഡൻഡിന് പറയുന്ന പേരാണ് പാട്രിനേജ് ഡിവിഡൻഡ്. നോക്കാം അല്ലെ? ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് സർപ്ലസ് ടു മെമ്പേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ദെയർ ട്രാൻസാക്ഷൻസ്, ഇത് നമ്മൾ പറയുന്ന പേര് പാട്രിനേജ് ഡിവിഡൻഡ്. ദെൻ അടുത്തത് The International Cooperative Alliance ICA first accepted the cooperative principles in, ആദ്യമായി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അക്സെപ്റ്റ് ചെയ്തത്, അതായത് റീഫോർമുലേറ്റ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ആദ്യമായി 1860 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണല്ലോ അഡോപ്റ്റ് ചെയ്തത്. അന്നതിന് ശേഷം ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു, ഒരു സബ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ട് റീഫോർമുലേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. അതിനെ അക്സെപ്റ്റ് ചെയ്തത് എവിടെ വെച്ചിട്ടാണ്? 1937 പാരീസ് കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ടാണ്.
അതല്ലേ പറഞ്ഞ് ചോദിച്ചിരിക്കുന്നേ. നോക്കിക്കേ, ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അക്സെപ്റ്റഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റീഫോർമുലേറ്റഡ് ആണ്. ആദ്യത്തെ 1860, പിന്നീട് ഇതിനെ റീഫോർമുലേറ്റ് ചെയ്തത് എന്നാ 1934 അപ്പോയിന്റ് ചെയ്തു, 37 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതാണ് പറഞ്ഞിരിക്കുന്നത്. 34 ലണ്ടനാണോ, 37 പാരീസ് കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ടാണോ? 37 പാരീസ് കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചായിരുന്നു. അത് 15ാമത്തെ വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ് ആണ്. 37 1937 നടന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ് 15ാമത്തെ വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ് ആയിരുന്നു. മനസ്സിലായല്ലോ. 1860 പിന്നെ 34 അപ്പോയിന്റ് ചെയ്തു, 37 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു, രണ്ടാമത്തെ സ്റ്റേജ്. പിന്നെ അതിനുശേഷം മൂന്നാമത്തതാണ് DG കാർവേയെ 66 1964 അപ്പോയിന്റ് ചെയ്യുകയും റിപ്പോർട്ട് 66 സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. മനസ്സിലായല്ലോ. ദെൻ 1995 ഈ 1995 1992 ടോക്കിയോ കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ദെൻ അതുപോലെ 1995 മാഞ്ചസ്റ്റർ കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇപ്പം നിലനിൽക്കുന്ന കോപ്പറേറ്റീവ് കോൺഗ്രസും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വന്നത്. അടുത്ത നോക്കാം. ദ ICA റീഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ വിച്ച് 3 years? ഏത് പ്രാവശ്യമാണ്, ഏതൊക്കെ വർഷങ്ങളിലാണ്? നമുക്ക് ഈസി ആയിട്ട് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഏതൊക്കെ വർഷം? 20-ലാണോ? ആ ഒരു വർഷമില്ല. 1920, 50, 2000, 37, 66, 95 അല്ലേ വരുന്നേ? ആൻസർ ബി അല്ലേ വരുന്നേ? 37, 66, 95. 37 റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ്, പിന്നെ DG കാർവേ, പിന്നെ കാനഡക്കാരനായ ഇയാൻ മക്ഫേഴ്സൺ അല്ലേ. അത്രയല്ലേ വന്നേ? 3 റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് വന്ന വർഷങ്ങൾ അതല്ലേ. ദെൻ അടുത്തത്, ദ റോച്ച്ഡേൽ പൈനിയേഴ്സ് ഒഫീഷ്യലി ഡിക്ലെയർഡ് ദെയർ പ്രിൻസിപ്പിൾസ്. റോച്ച്ഡേൽ പ്രിൻസിപ്പിൾ ഒഫീഷ്യലി അവരുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നാ കൊണ്ടുവന്നത്? 1860-ലാണ്. ഓൾറെഡി അവരുടെ കോപ്പറേറ്റീവ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത് 1844. അവർ കുറച്ച് സർട്ടൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് വന്നു. ദെൻ ഇതിനെ ഒഫീഷ്യലി നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആക്കുന്ന 1860-ലാണ്. In India, the committee that called the reformulated cooperative principles, നമ്മൾ ശരിക്കും പറയുന്ന റീഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇന്ത്യക്കാരനായ DG കാർവേ കൊണ്ടുവന്ന പ്രിൻസിപ്പിൾസ് ആണ് അല്ലേ. അതാണ് പറയുന്നത്. ദ റീഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഗാർഗിൽ കമ്മിറ്റി ആണോ? അല്ല, കാർവേ കമ്മിറ്റി, DG കാർവേ കമ്മിറ്റി 64 അപ്പോയിന്റ് ചെയ്തു, 66 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത DG കാർവേ കമ്മിറ്റി. ദ വേ ഓഫ് ഓർഗനൈസിങ്, ഓർത്ത് വെച്ചേക്കുക, DG കാർവേയുടെ സെന്റൻസ് ആണ്. ദ വേ ഓഫ് ഓർഗനൈസിങ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സെന്റൻസ്. മനസ്സിലായോ? കോപ്പറേറ്റീവ് ഡെമോക്രസി ആരുടെയാ? JB വാർബേസിന്റെ ബുക്കാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യമായിട്ട് നിങ്ങൾ കോപ്പറേറ്റീവുമായി ബന്ധപ്പെട്ട ബുക്സ് ആൻഡ് ഓതേഴ്സും കൂടി ഒന്ന് നോക്കിപ്പോണേ. ദെൻ അടുത്തത്, ദ പ്രിൻസിപ്പിൾ ക്യാപിറ്റൽ ഈസ് ഒൺലി എ വേജ് ഏണർ നോട്ട് എ പ്രോഫിറ്റ് മേക്കർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, മൂലധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു വരുമാനമാണ്. പക്ഷെ അതൊരിക്കലും ലാഭം കൊയ്യുന്നതാവരുത്. ലാഭം കൊയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ മൂലധനം നിക്ഷേപിക്കേണ്ടത് എന്നത് ഏത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ആധാരമാക്കിയാണ്? എന്താണ് നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ ആദ്യത്തിനകത്ത് പഠിച്ചില്ലേ? ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റലിൽ നമുക്ക് വലിയ താല്പര്യമില്ല. അതാണ് പറയുന്നത്. ദ പ്രിൻസിപ്പിൾ ക്യാപിറ്റൽ ഈസ് ഒൺലി എ വേജ് ഏണർ നോട്ട് എ പ്രോഫിറ്റ് മേക്കർ. ലാഭം കൊയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഏത് പ്രിൻസിപ്പിൾ പ്രകാരം? അതായത് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന പ്രിൻസിപ്പിൾ പ്രകാരം. അടുത്ത് നോക്ക്. ദ എട്ടാമത്തെ റോച്ച്ഡേൽ പ്രിൻസിപ്പിൾ സെല്ലിംഗ് ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ് വാസ്. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു 1860 എട്ടാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. സെല്ലിംഗ് ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്. അതായത് നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്, ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നല്ല ഗുഡ്സുകൾ മാത്രമേ അവിടെ വിൽക്കാവൂ എന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു, ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. പക്ഷേ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വന്നപ്പോൾ എല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും വേണ്ടിയുള്ള പ്രിൻസിപ്പിളല്ലേ, തത്വങ്ങളല്ലേ വന്നേ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അതങ്ങ് ഉപേക്ഷിച്ചു. ഇപ്പോഴത്തെ പ്രിൻസിപ്പിളിനകത്ത് ആ ഒരു പ്രിൻസിപ്പിൾ ഇല്ല. എട്ടാമത്തെ ആ ഒരു പ്രിൻസിപ്പിൾ ഉപേക്ഷിച്ചു. റോച്ച്ഡേലിൻ്റെ ആ പ്രിൻസിപ്പിൾസ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടില്ല, ഇപ്പം നിലവിലില്ല. അങ്ങനെ ആവുമ്പോൾ ഏതാണ് റീറ്റെയിൻഡ് ഇൻ 1937.
റീറ്റെയിൻഡ് ഇൻ 1937 ICA റീഫോർമുലേറ്റഡ്. അതുപോലെ തന്നെ ക്ലാസിഫൈഡ് നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞു. ദെൻ ഡ്രോപ്ഡ് ഫ്രം ICA's 1937 ക്ലാസിഫിക്കേഷൻ. അതായത് 1937 വീണ്ടും നമ്മൾ റീഫോർമുലേറ്റ് ചെയ്ത് വന്ന സമയത്താണ് ഇതിനെ ഒഴിവാക്കിയത്. എപ്പോഴാണ് ഈ പറഞ്ഞ 8ാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, റോച്ച്ഡെയിലിൻ്റെ 8ാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ 1937 ഒരു കമ്മിറ്റി, നമ്മുടെ 1934 ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് ആ കമ്മിറ്റി പഠിച്ചിട്ടാണ് അവരാണ് ഈ ഒരു പ്രിൻസിപ്പിൾ എടുത്തു കളഞ്ഞത്. 1937 കമ്മിറ്റി അതാണ് പറയുന്നത് ഡ്രോപ്ഡ് ഫ്രം ICA's 1937 ക്ലാസിഫിക്കേഷനിൽ ഒഴിവാക്കി കേട്ടോ. ദെൻ അടുത്തത് The principal promotion of education was replaced by 1966 എന്നാണ് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷനെ പേര് മാറ്റിയത് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തത്. എന്താണ് പേര് മാറ്റിയത്? പ്രൊമോഷൻ ഓഫ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം നിലവിൽ എന്താ പറഞ്ഞേ? കോപ്പറേറ്റീവ് സഹകരണ വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനും പ്രാധാന്യം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അതാണ് പറയുന്നത്. മെമ്പേഴ്സ് എഡ്യൂക്കേഷൻ ആണോ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നാണോ നാമകരണം ചെയ്തത്? വിദ്യാഭ്യാസം വേണമെന്നേ പറഞ്ഞുള്ളൂ. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സഹകരണ വിദ്യാഭ്യാസവും പരിശീലനവും എടുത്തു പറഞ്ഞ എന്താണെന്നറിയാം. വിദ്യാഭ്യാസന്മാരുടെ എന്താ വന്നേ? സഹകരണ പരിശീലനവും വിദ്യാഭ്യാസവും വന്നു. അപ്പൊ നോക്കിക്കേ, ദ പ്രിൻസിപ്പിൾ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ 1937 നമ്മുടെ ഒരെണ്ണം ഡ്രോപ്പ് ഔട്ട് ചെയ്തല്ലോ, സെല്ലിംഗ് ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഒഴിവാക്കിയ സമയത്ത് നമ്മൾ വീണ്ടും ആഡ് ചെയ്തു. എന്തും കൂടി ആഡ് ചെയ്തു? പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷനകത്ത് എന്തും കൂടി ആഡ് ചെയ്തു? സഹകരണ വിദ്യാഭ്യാസം കൂടി ആഡ് ചെയ്തു. അതാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്തത്. അടുത്ത ചോദ്യം നോക്കാം. ICA ജനറൽ അസംബ്ലി ദാറ്റ് ആക്സെപ്റ്റഡ് ദ തേർഡ് റീഫോർമുലേഷൻ പ്രിൻസിപ്പിൾ ഹെൽഡ് ഇൻ. അതായത് നമ്മൾ എപ്പോഴും ആലോചിക്കുക, ഒന്നാമത് വന്നത്, ആദ്യത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ വന്നത് 1860 റോച്ച്ഡെയിൽ പയനിയറിൻ്റെ ആണ്. അപ്പോൾ ഫസ്റ്റിലത്തെ പ്രിൻസിപ്പിൾ ആണേ. ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? 1937 1934 ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. ദെൻ 37 സബ്മിറ്റ് ചെയ്തു രണ്ടാമത്തെ സ്റ്റേജിൽ. മൂന്നാമത്തതാണ് നമ്മുടെ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ബൈ DG കാർവേ. 64 അപ്പോയിന്റ് ചെയ്തു, 66 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത DG കാർവേയുടെ. ദെൻ നാലാമത്തെ സ്റ്റേജിലാണ് മാഞ്ചസ്റ്റർ കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ 95 വന്ന നാലാമത്തെ സ്റ്റേജാണ് 1995 മാഞ്ചസ്റ്റർ കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ വെച്ച് സെപ്റ്റംബർ 23 നമ്മൾ ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ 4 സ്റ്റേജിൽ വന്നു. ഇനി നമ്മളോട് റീഫോർമുലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രിൻസിപ്പിൾ നിലവിലുള്ളതിനെ റീഫോർമുലേറ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പോഴെന്താണ്? ഒരു നിലവിലിറണമുണ്ട്, അതിനെയാണ് റീഫോർമുലേറ്റ് ചെയ്യുന്നത്. നിലവിലുള്ളതിനെ റീഫോർമുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജിനെ നമ്മൾ ഒന്നാമത്തെ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിളായിട്ട് മാറുന്നു. മനസ്സിലായോ? കാര്യം പറഞ്ഞത് വ്യക്തമായോ? നോർമലി 4 സ്റ്റേജിലാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇന്നത്തെ പ്രിൻസിപ്പിളിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒന്നാമത്തെ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിളിനെ റീഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ എന്തായി മാറുന്നു? 1937 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആയിട്ട് മാറുന്നു. അതായത് ആ ഒരു കോപ്പറേറ്റീവ് കോൺഗ്രസിൽ അക്സെപ്റ്റ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആയി മാറുന്നു. ദെൻ അതിനുശേഷം രണ്ടാമത്തെ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ആണ് ഏത്? 64 അപ്പോയിന്റ് ചെയ്ത് 66 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ DG കാർവേ കൊണ്ടുവന്ന റിപ്പോർട്ട് പ്രകാരം വന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് സെക്കൻഡ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിളായി. ദെൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കിട്ടിയ അദ്ദേഹത്തിന്റെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ടോക്കിയോ കോപ്പറേറ്റീവ് കോൺഗ്രസിൽ അപ്പോയിന്റ് ചെയ്ത കാനഡക്കാരനായ അദ്ദേഹം അന്ന് 1995 കൊണ്ടുവന്ന മാഞ്ചസ്റ്റർ കോപ്പറേറ്റീവ് കോൺഗ്രസിൽ കൊണ്ടുവന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അതെന്ന് പറഞ്ഞാൽ എത്രാമത്തെയാവും? മൂന്നാമത്തതാവും. അതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചത് പഠിച്ചിരിക്കണം, കൺഫ്യൂഷൻ അടിക്കരുത്. ICA General Assembly that accepted the third reformulated principle which held in Manchester 1995 സെപ്റ്റംബർ 23 മാഞ്ചസ്റ്റർ കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ട് വന്നത് തേർഡ് റീഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. കൺഫ്യൂഷൻ ആവരുത്. 4 സ്റ്റേജ് ഉണ്ട്. 860, 37, 66, 1995 അങ്ങനെ 4 സ്റ്റേജ് ഉണ്ട്. പക്ഷേ നിലവിലുള്ളതിനെ റീഫോർമുലേറ്റ് ചെയ്യുമ്പം ഒന്നാമത്തെ സ്റ്റേജ് ഒരു പ്രിൻസിപ്പിൾ ഉള്ളതിനെ ഫസ്റ്റ് റീഫോർമുലേറ്റ് ചെയ്ത് എന്നാ 37
സെക്കൻഡ് റീഫോർമുലേറ്റ് ചെയ്ത് എന്നാ 66 ദെൻ തേർഡ് റീഫോർമുലേറ്റ് ചെയ്ത് എന്നാ 1995 അങ്ങനെ പഠിച്ചു വെച്ചേക്കുക, കൺഫ്യൂഷൻ ആകരുത്. ദെൻ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയൊരു ടോപ്പിക്കാണ്. നമ്മുടെ ഒരു പുതിയ ടോപ്പിക്കാണ് സോഴ്സ് ഓഫ് ഫണ്ട്. നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ പരീക്ഷയ്ക്കും KS കാർഡ് ബാങ്കിൻ്റെ പരീക്ഷയ്ക്കുമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് സോഴ്സ് നമ്മുടെ എന്താ പറയുക സോഴ്സ് ഓഫ് ഫണ്ട്. സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഏതെല്ലാം രീതിയിലാണ് ഫണ്ടുകൾ ലഭിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ്? അവർക്ക് ബോറോവ്ഡ് ഫണ്ടും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാൻഡ് ആൻഡ് സബ്സിഡി ആയിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ സോഴ്സ് ഓഫ് ഫണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി റേസ്ഡ് ദെയർ ഫണ്ട് ബേസിക്കലി ഫ്രം 2 ഇമ്പോർട്ടൻറ്റ് സോഴ്സസ്. സ്വന്തമായ ഫണ്ടും ഉണ്ട്, ബോറോവ്ഡ് ഫണ്ടും ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഫണ്ടുണ്ട്, അവരുടെ എൻട്രൻസ് ഫീസ് ഒക്കെ സ്വന്തമായിട്ടുള്ള ഫണ്ടുകളാണ്. അവർക്ക് സ്വന്തമായി ഫണ്ടും ഉണ്ട്, അതുപോലെ തന്നെ ബോറോ ചെയ്ത ഫണ്ടുമുണ്ട്. അതാണ് ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസുമാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഫണ്ടിനെ പറയുന്നത്. ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫണ്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, ഇമ്പോർട്ടൻറ്റ് സോഴ്സസിനെ നമ്മൾ ഓൺഡ് ഫണ്ട് എന്നും, ഓൺഡ് ഫണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റേണൽ ഫണ്ട്. അതല്ല, ബോറോവ്ഡ് ഫണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ഫണ്ട്. ദെൻ റേസ് ഫണ്ട് ബൈ സൊസൈറ്റി ഫ്രം മെമ്പേഴ്സ്, ഇന്റേണൽ സോഴ്സും അതുപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സും. അതായത് എൻട്രൻസ് ഫീസ്, അഡ്മിഷൻ ഫീസ്, ഷെയർ ക്യാപിറ്റൽ, റിസർവ് ഫണ്ട്, ഇതെല്ലാം തന്നെ നമ്മുടെ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഇതൊന്നും തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എൻട്രൻസ് ഫീ, ഒരാൾ എൻട്രൻസ് ഫീ തന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓൺഡ് ഫണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട്. ഏതൊക്കെയാണ്? എൻട്രൻസ് ഫീ ആയിക്കോട്ടെ, ഷെയർ ക്യാപിറ്റൽ ആയിക്കോട്ടെ, റിസർവ് ഫണ്ട് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടുകളാണ്. അടുത്തത് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ ഫണ്ട് പല രീതിയിൽ റേസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? എക്സ്റ്റേണൽ സോഴ്സ്, ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോഴേ ആലോചിക്കുക, പുറത്തു നിന്നും ഫണ്ട് എടുക്കുന്നു, അവരുടെ സ്വന്തമായ ഫണ്ടല്ല. മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നോ നോൺ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നോ ഡെപ്പോസിറ്റ് ഇനത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഫണ്ടുകൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ ലോൺ ആൻഡ് ബോറോയിങ്സ് ഫ്രം ഫിനാൻസിങ് ബാങ്ക്. ലോൺ കടമെടുക്കുന്നു, വായ്പ എടുക്കുന്നു. എവിടെ നിന്നാണ്? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ. ഇപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ല, ഇപ്പോൾ DCB എല്ലാം ലയിച്ച് കേരള ബാങ്കായി മാറി. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിൽ നിന്നോ വാണിജ്യ ബാങ്കുകളിൽ നിന്നോ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ലോണുകൾ എടുക്കുന്നു, കടം വാങ്ങുന്നു, പൈസ കടം വാങ്ങുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? സോഴ്സ് ഓഫ് ഫണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് 2 തരത്തിലുള്ള ഫണ്ടുകളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ സ്വന്തമായ ഫണ്ടും, ഒന്നെന്ന് പറഞ്ഞാൽ കടം വാങ്ങിക്കുന്ന ഫണ്ടും. സ്വന്തമായ ഫണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ലാഭത്തിൽ നിന്നും അവർ കീപ്പ് ചെയ്ത് വെക്കുന്ന റിസർവ് ഫണ്ട്. ദെൻ എൻട്രൻസ് ഫീസ് ഇനത്തിൽ മേടിക്കുന്ന ഫണ്ടുകൾ. സ്വന്തമായിട്ടുള്ള ഫണ്ടുകളെ ഇന്റേണൽ ഫണ്ടുകൾ എന്നാണ് പറയുന്നത്, ഇന്റേണൽ സോഴ്സ് എന്നാണ് പറയുന്നത്. ദെൻ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്, ബോറോവ്ഡ് ഫണ്ടുകൾ. അതായത് മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നും നോൺ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് ഇനത്തിൽ വാങ്ങുന്ന തുകയും, അതുപോലെ ലോണായിട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നായിക്കോട്ടെ, വാണിജ്യ ബാങ്കുകളിൽ നിന്നായിക്കോട്ടെ, കേരള ബാങ്കിൽ നിന്നായിക്കോട്ടെ വാങ്ങുന്ന ലോണുകളെ, ബോറോവിങ്സിനെ നമ്മൾ എക്സ്റ്റേണൽ ഫണ്ട് എന്നും പറയാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയാണ് ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. സഹകരണ സ്ഥാപനങ്ങൾക്ക് ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടുമുണ്ട്, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടുമുണ്ട്. അങ്ങനെ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്നുള്ള രീതിയിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും അതല്ല വാണിജ്യ ബാങ്കുകളുടെ കയ്യിൽ നിന്നുമൊക്കെ സഹകരണ സംഘങ്ങൾക്ക് ഫണ്ട് ലഭിക്കാറുണ്ട്, ഫണ്ടുകൾ എടുക്കാറുണ്ട്. അങ്ങനെ എന്താണ് നബാർഡിന്റെ റോള് സപ്പോർട്ടിങ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ? കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നബാർഡ് എന്താണ് ചെയ്യുന്നത്? നോക്കിക്കേ, ഡയറക്ട്ലി ലെൻഡിങ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, നേരിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുന്നു. ദെൻ അതുപോലെ തന്നെ റിലീസിങ് ഫണ്ട് ഫ്രം നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നബാർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടാണ് നാഷണൽ. ഈ റൂറൽ ക്രെഡിറ്റ് എന്ന് ഓർക്കുമ്പോഴേ നബാർഡുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം. നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് ടു സ്റ്റേറ്റ് ഗവൺമെന്റ്. അതുപോലെ തന്നെ കളക്ടിങ് എൻട്രൻസ് ഫീ ഫ്രം ന്യൂ മെമ്പേഴ്സ്. നബാർഡിന് ന്യൂ മെമ്പേഴ്സിൽ നിന്ന് എൻട്രൻസ് ഫീ കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതും ഇല്ല. ദെൻ മാനേജിങ് റിസർവ് ഫണ്ട് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റിസർവ് ഫണ്ട് മാനേജ് ചെയ്യുന്നത് നബാർഡാണോ? അല്ല. കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഫണ്ടുകൾ കൊടുത്ത് നബാർഡ് സഹായിക്കാറുണ്ട്, പക്ഷെ നേരിട്ടൊരിക്കലും ഫണ്ടുകൾ കൊടുക്കാറില്ല. എങ്ങനെയാണ് കൊടുക്കുന്നത്? നബാർഡ് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫണ്ടിന്റെ പേര് പിടിച്ചു വെച്ചേക്കണം. നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട്.
നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ ഈ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് നമ്മുടെ ഗവൺമെന്റിന് കൊടുക്കുന്നു. ഈ ഗവൺമെന്റ് ആണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഈ ഫണ്ട് കൊടുക്കുന്നത്. മനസ്സിലായോ? ദെൻ അടുത്തത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. അതായത് ഈ സോഴ്സ് ഓഫ് ഫണ്ട് നമ്മുടെ സ്റ്റേറ്റ് എയ്ഡഡ് കോപ്പറേറ്റീവ്സ്, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് സാമ്പത്തികപരമായിട്ട് എല്ലാ ഒരു സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ കമ്മിറ്റി ഏതാണെന്നുള്ളതാണ്. നോക്കിക്കേ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അഡ്വക്കേറ്റ് ഫോർ ദ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് വിത്ത് ദ ഫോളോയിങ് പോയിന്റ്സ്. അതായത് ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതിനൊരു ഇങ്ങനെ ഓർത്ത് വെച്ചേക്കാം, ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ഒരു വിശ്വാസം വേണം, അല്ലയോ? അങ്ങനെ ഗവൺമെന്റ് ഒരു ഫണ്ട് കൊടുത്തിട്ട് ഗവൺമെന്റിന്റെയും കൂടി സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പാർട്ടിസിപ്പേഷൻ നടത്തുവാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടാകും, അല്ലെ? അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ നമ്മുടെ ഗവൺമെന്റ് ഒരു ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, ദ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അഡ്വക്കേറ്റ് ഫോർ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്സ് വിത്ത് ദ ഫോളോയിങ് പോയിന്റ്സ് ടു ഗെയിൻ കോൺഫിഡൻസ് ഇൻ ദ പീപ്പിൾ റിഗാർഡിംഗ് ദ സൊസൈറ്റി. സൊസൈറ്റിയെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടാകാനും ദെൻ അതുപോലെ തന്നെ ഇൻക്രീസസ് പ്രസ്റ്റീജ് ആൻഡ് സ്റ്റാറ്റസ് ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയുടെ ഒരു പ്രസ്റ്റീജ് കൂട്ടാൻ വേണ്ടിയിട്ടും ദെൻ അതുപോലെ തന്നെ ഇൻക്രീസ് ദ ബോറോയിങ് പവർ ഓഫ് സൊസൈറ്റി. സൊസൈറ്റിക്ക് നമ്മുടെ ഗവൺമെന്റ് തന്നെ ഫണ്ട് കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റിന്റെ അംഗീകരിച്ച സ്ഥാപനമാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സൊസൈറ്റികൾക്ക് പുറത്തുനിന്ന് ഫണ്ട് കിട്ടാനും വളരെ എളുപ്പമായിരിക്കും. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റ് എയ്ഡ് ഗവൺമെന്റിന്റെ ഒരു സഹായം കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വേണമെന്ന് വാദിച്ച കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് എയ്ഡ് കോപ്പറേറ്റീവ്സ് എന്ന ഭാഗം പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് പറഞ്ഞത്, നിങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്ന സമയത്ത് സർക്കാരും കൂടി ഗവൺമെന്റും കൂടി ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഗവൺമെന്റും കൂടി ഇതിനോട് സഹകരിക്കണം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ വിശ്വാസം ഉണ്ടാകാനും അതുവഴി അങ്ങനെ വിശ്വാസമുള്ളൊരു സ്ഥാപനമാകുമ്പോൾ പബ്ലിക് വന്ന് ഡെപ്പോസിറ്റുകൾ ഇടുകയും ചെയ്യും, അല്ലെ? അതുവഴി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മൊത്തത്തിലൊരു ഉന്നമനം ഉണ്ടാകും. ഓക്കെ, നമ്മൾ തന്നെ പറയത്തില്ലേ, ഗവൺമെന്റും കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്, പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി പറഞ്ഞത് ഗവൺമെന്റ് ഒരു ഫണ്ട് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റലിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഗവൺമെന്റിൻ്റെതായ ഒരു ഫണ്ട് കൊടുക്കണം. ആ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഏത് രീതി വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ നമ്മുടെ നബാർഡ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണ്. നബാർഡ് തന്നെ നേരിട്ടല്ലല്ലോ ഫണ്ട് കൊടുക്കുന്നേ, നേരിട്ട് കൊണ്ട് കൊടുക്കാതെ റൂറൽ ലോങ് ടൈം ഓപ്പറേഷൻ ഡെവലപ്മെന്റ് ഫണ്ട്, ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ടിൽ കൂടി നമ്മുടെ കേരള സർക്കാരിന് കൊടുക്കുന്നു, സർക്കാർ വഴി നമ്മുടെ സൊസൈറ്റിക്ക് കിട്ടുന്നു. എന്തായാലും കിട്ടുന്നുണ്ടല്ലോ, അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ദെൻ അതുപോലെ തന്നെ ഇനി നോക്കിക്കേ, ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് പോയിന്റ്സ് നോട്ട് വൺ ഓഫ് ദ റീസൺസ് ഫോർ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അഡ്വക്കേറ്റഡ് ഫോർ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഇതിനകത്ത് താഴെ പറയുന്നതിൽ റീസൺ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ? ടു ഗെയിൻ കോൺഫിഡൻസ് ഇൻ പീപ്പിൾ റിഗാർഡിങ്, അതായത് നമുക്കറിയാം സ്റ്റേറ്റ് എയ്ഡ് കോപ്പറേറ്റീവ്സ്, സ്റ്റേറ്റ് സഹായം കൊടുക്കണം കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ റീസൺ തന്നെ പബ്ലിക്കിന്റെ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദെൻ അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ ഇത് തെറ്റല്ലയോ? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റാണ് ചോദിച്ചിരിക്കുന്നത്, ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റാണ്. ദെൻ ഇൻക്രീസ് ദ പ്രസ്റ്റീജ് ആൻഡ് സ്റ്റാറ്റസ് ഓഫ് സൊസൈറ്റി, അപ്പോൾ ആ ഒരു ഓപ്ഷനും തെറ്റാണ്, നമ്മുടെ ഇതിനകത്ത് വരുന്ന ആൻസർ അല്ല. ദെൻ റെഡ്യൂസ് ദ നീഡ് ഫോർ എൻട്രൻസ് ഫീയെ കുറിച്ചൊന്നും നമ്മളിത് പറയുന്നില്ല. സോ ഇതിനകത്ത് നമുക്ക് ആൻസർ വരുന്നത് സി ആണ്. പിന്നെ മൊബിലൈസേഷൻ ഓഫ് റൂറൽ സേവിങ്സ് ഓഫ് ദി സൊസൈറ്റിയുടെ റൂറൽ സേവിങ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നോട്ട് ഉണ്ടോ എന്ന് വളരെ കൃത്യമായി നോക്കണം കേട്ടോ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് റിസർവ് ഫണ്ട് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ ഇന്റേണൽ ഫണ്ടായ റിസർവ് ഫണ്ട് കീപ്പ് ചെയ്യുന്നത് എന്തിനാണ് ചോദ്യം.
നോക്കിക്കേ, ടു ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ് മെമ്പേഴ്സിന് ഡിവിഡൻഡ് ഇനത്തിൽ കൊടുക്കാൻ. ദെൻ അതുപോലെ തന്നെ ആണോ? അല്ല. ദെൻ അതുപോലെ തന്നെ ടു കവർ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, അതായത് അവർക്ക് ഭരണപരമായ ചിലവുകൾ ഉണ്ടായാൽ ആ ചിലവിനെ നോക്കാൻ വേണ്ടിയിട്ട്. ദെൻ ടു മീറ്റ് അൺഫോർസീൻ കണ്ടിജൻസീസ്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് പെട്ടെന്ന് എന്തെങ്കിലും അടിയന്തരമായിട്ട് എന്തെങ്കിലും പൈസ വേണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ഒരു ഫണ്ട് മാറ്റിവെക്കുന്നു. ആ ഫണ്ടാണോ എന്ന് ചോദിക്കാം. അടിയന്തരമായി എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഫണ്ടാണോ റിസർവ് ഫണ്ട്? അതുപോലെ തന്നെ ടു ഫണ്ട് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്, ചാരിറ്റബിൾ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി മാത്രമാണോ വെച്ചിരിക്കുന്നത്? പിന്നെ അത് ആൻസർ എന്താണ്? നമ്മൾ റിസർവ് ഫണ്ട് കരുതി വെച്ചിരിക്കുന്നത് ലാഭത്തിൽ നിന്നുമാണ് റിസർവ് ഫണ്ട് കരുതുന്നത്. ഈ റിസർവ് ഫണ്ട് കരുതുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു അടിയന്തര സാഹചര്യം വരുമ്പോൾ പൈസ കണ്ടെത്താൻ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പെട്ടെന്ന് പറ്റത്തില്ല. അപ്പോൾ ഈ റിസർവ് ഫണ്ടിൽ നിന്നാണ് എടുത്തുപയോഗിക്കുന്നത്. അതിനുവേണ്ടി കരുതി വെക്കുന്ന പൈസയാണ് എന്തെന്ന് പറയുന്നത്? റിസർവ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ടു മീറ്റ് ദ അൺഫോർസീൻ കണ്ടിജൻസീസ് ദാറ്റ് മേ എറൈസ് ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അൺഫോർസീൻ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ കീപ്പ് ചെയ്ത് വെക്കുന്ന ഫണ്ടാണ് റിസർവ് ഫണ്ട്. ഇതൊരു ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടാണ്. അടുത്ത നോക്ക്, വിച്ച് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ കോൺട്രിബ്യൂട്ടിങ് ആൻ എമൗണ്ട് നോട്ട് എക്സീഡിങ് 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ്, അതായത് ലാഭത്തിന്റെ 10% കുറയാത്ത തുക, ലാഭത്തിന്റെ 10% കുറയാത്ത തുക നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് വെക്കുന്നത് എന്തിനാണ്? കോമൺ ഗുഡ് ഫണ്ട് എന്ന് പറയും. നമ്മുടെ ലാഭത്തിൽ നിന്നും പല 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 പങ്കായിട്ട് നമ്മൾ റിസർവ് ഫണ്ടിലേക്ക് മാറ്റുന്നു, കോമൺ ഗുഡ് ഫണ്ടിലേക്ക് മാറ്റുന്നു, മെമ്പർ റിലീഫ് ഫണ്ട്, പല ഫണ്ടുകളിലേക്ക് മാറ്റും. അങ്ങനെ നമ്മൾ മാറ്റുന്ന ഒരു ഫണ്ടാണ്. അതുപോലെ തന്നെ ഈ ഡിവിഡൻഡിന് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫണ്ട് മാറ്റാറുണ്ട്. അങ്ങനെ കോമൺ ഗുഡ് ഫണ്ട് എത്ര ശതമാനമാണ് മാറ്റുന്നത്? 10% കുറയാത്ത തുക നമ്മൾ ലാഭത്തിൽ നിന്നും കോമൺ ഗുഡ് ഫണ്ടായിട്ട് മാറ്റുന്നു. ഓക്കെ, അതാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ കോൺട്രിബ്യൂട്ടിങ് ആൻ എമൗണ്ട് നോട്ട് എക്സീഡിങ് ഓഫ് 10% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്, ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് 10% കുറയാത്ത തുക മാറ്റിവെക്കുന്നു. ആ മാറ്റിവെക്കുന്നതിന് പറയുന്ന പേരാണ് കോമൺ ഗുഡ് ഫണ്ട്. ഹൗ ഡസ് ദ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട് ബെനിഫിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? എങ്ങനെയാണ് ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഗുണകരമാകുന്നത്? നോക്കാം. ഇറ്റ് പ്രൊവൈഡ് ഫണ്ട് ഫോർ ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇറ്റ് എൻഷുർസ് ഡിവിഡൻഡ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എവറി ഇയർ, ഓരോ വർഷവും ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ അതുപോലെ തന്നെ ഇറ്റ് എൻഷുർസ് ഡിവിഡൻഡ് ദാറ്റ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എവറി ഇയർ ഈവൻ ഇഫ് സൊസൈറ്റി ഡസ് നോട്ട് മേക്ക് പ്രോഫിറ്റ്. അതായത് ഈ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ചില വർഷങ്ങളിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലാഭം ഉണ്ടാക്കിയില്ല എങ്കിൽ പോലും ഈ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ടിൽ നിന്നും എടുത്തു കൊടുക്കാനായിട്ട് പറ്റും. എന്നുവെച്ചാൽ എല്ലാ വർഷവും ലാഭത്തിൽ നിന്നും 1% നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചില വർഷങ്ങളിൽ നഷ്ടമായി പോയി, എന്നാൽ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ലാഭത്തിൽ നിന്നും ഒരു പങ്ക് വീണ്ടും മാറ്റിവെക്കുന്നു. അങ്ങനെ ചില വർഷങ്ങളിൽ ലാഭമില്ലാതെ വന്നാലും ഈ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ടിൽ നിന്നും എടുത്തു കൊടുത്ത് നമുക്ക് നിലനിൽക്കാനായിട്ട് പറ്റും, സൊസൈറ്റിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ദെൻ അതുപോലെ തന്നെ കവർ ബാഡ് ഡെപ്റ്റിന് വേണ്ടിയിട്ട് കവർ ചെയ്യാനല്ല. ഇറ്റ് ഫണ്ട്സ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്, ചാരിറ്റബിൾ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടാണ് കോമൺ ഗുഡ് ഫണ്ട്. അപ്പോൾ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇനി വരും കാലങ്ങളിൽ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി നഷ്ടത്തിൽ പോയി കഴിഞ്ഞാൽ ഡിവിഡൻഡ് കൊടുക്കാൻ ഫണ്ടിന് ഷോർട്ടേജ് വന്നാൽ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ടിൽ നിന്ന് എടുത്തുപയോഗിക്കാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടാണ് ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട്. മനസ്സിലായോ? കോമൺ ഗുഡ് ഫണ്ട് എന്താണ്? ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് ലാഭത്തിന്റെ 10% കുറയാത്ത തുക കോപ്പറേറ്റീവ് സൊസൈറ്റി മാറ്റിവെക്കുന്നു. അതാണ് കോമൺ ഗുഡ് ഫണ്ട് എന്ന് പറഞ്ഞത്. ദെൻ അടുത്തത് നമ്മുടെ എവിടെയാണ്? ചാപ്റ്റർ 6-നകത്താണ്. ചാപ്റ്റർ 6 മെൻഷൻ ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ചാപ്റ്റർ 6-ലാണ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നത്. അതായത് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയേ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. എന്താ പല പല കാരണങ്ങളുണ്ട്. എന്താണ്? ജനങ്ങൾക്കിടയിൽ വിശ്വാസം വേണം, അതുപോലെ തന്നെ
നമ്മുടെ സൊസൈറ്റിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പല ഫണ്ടുകൾ ആവശ്യമാണ്. അങ്ങനെ പല പല റീസണുകളുണ്ട്. ഈ പറഞ്ഞ കോപ്പറേറ്റീവ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു ആശയം തന്നെ വന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ചാപ്റ്റർ 6 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ചാപ്റ്റർ 6 നമ്മൾ സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ദെൻ ഈ അടുത്ത് നോക്കിക്കേ. ദെൻ ഡാഷ് മെൻഷൻഡ് അബൌട്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, അങ്ങനെയുള്ള കുറച്ച് ഫണ്ടുകൾ നമ്മൾ പഠിക്കും. എന്താണെന്നറിയാമോ? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് വെച്ചാൽ ഒരു ഫണ്ട് പല രീതിയിലൂടെയാണ് സെൻട്രൽ സൊസൈറ്റി, നമുക്കറിയാം പല സ്ട്രക്ചറുകളിലാണ്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്ട്രക്ചറിലാണ് ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നത്. എങ്ങനെയാണ്? ഏറ്റവും താഴെ നമ്മുടെ സാധാരണ PSCS, തൊട്ട് മേളിൽ സെൻട്രൽ ലെവലിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളും, ഏറ്റവും ടോപ്പിൽ അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും. അങ്ങനെ അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സെൻട്രൽ സൊസൈറ്റികളിലേക്ക് ഫണ്ട് കൊടുക്കുന്നു. ഈ സെൻട്രൽ സൊസൈറ്റികൾ അപ്പോൾ ഈ അപ്പെക്സ് സൊസൈറ്റി കൊടുക്കുമ്പോൾ അതിൻ്റെ പേര് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടെന്നും, ദെൻ അത് സെൻട്രൽ സൊസൈറ്റികളിലേക്ക് എത്തി അവർ നമ്മുടെ PSCSലേക്ക് കൊടുക്കുമ്പോൾ അതിന് പേര് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടെന്നുമാണ്. മനസ്സിലായോ? അതാണ് ഫണ്ടിന്റെ പേര്. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്ക്, ഡാഷ് മെൻഷൻഡ് അബൌട്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 44-നകത്താണ്. 44-നകത്താണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. ദെൻ അതുപോലെ ഇനി അടുത്ത് നോക്കേ, ഡാഷ് ആൾ എസ്റ്റാബ്ലിഷ് എ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഫ്രം മണി പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ്. ആരാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആരാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ആരുടെ ഫണ്ടാണെന്ന് അറിയാമോ? അപ്പെക്സ് സൊസൈറ്റിയുടെ ഫണ്ടാണ്. അപ്പെക്സ് സൊസൈറ്റിയാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിന്റെ കസ്റ്റോഡിയൻ. അവർ സെൻട്രൽ സൊസൈറ്റിയിലേക്ക് കൊടുക്കുമ്പോഴാണ് അതിന്റെ പേര് മാറിയിട്ട് എന്താകുന്നത്? സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടാകുന്നത്. അപ്പെക്സ് സൊസൈറ്റികളാണ് ഡാഷ് ആൾ എസ്റ്റാബ്ലിഷ് എ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഫ്രം ദ മണി പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് കൊടുക്കുന്ന പൈസ വെച്ചിട്ട് അപ്പെക്സ് സൊസൈറ്റികൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. സെക്ഷൻ 44-നകത്താണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അടുത്ത് നോക്ക്, ഡാഷ് മെൻഷൻഡ് അബൌട്ട് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. സെക്ഷൻ 45-ലാണ് നമ്മൾ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. അപ്പെക്സ് സൊസൈറ്റികൾ സെൻട്രൽ സൊസൈറ്റികളിലേക്ക് ഈ ഫണ്ട് കൊടുക്കുമ്പോൾ ഇത് സെൻട്രൽ സൊസൈറ്റിയുടെ കയ്യിലെത്തുമ്പോൾ പറയുന്ന പേരാണ് എന്ത്? സെൻട്രൽ സൊസൈറ്റിയുടെ കയ്യിലെത്തുമ്പോൾ അതിന് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടായി മാറുന്നു. അപ്പം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് സെക്ഷൻ 44, സെക്ഷൻ 45 സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും. ദെൻ അതുപോലെ നോക്ക്, ഡാഷ് എസ്റ്റാബ്ലിഷ് എ ഫണ്ട് called from the money provided by Apex Society from Principal State Partnership Fund, Subsidiary State Partnership Fund. ആരാണ് ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്? നമ്മുടെ സെൻട്രൽ സൊസൈറ്റികളുടെ കൈകളിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ പേര് മാറി സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടായി മാറുന്നു. അത് ആരാണ് കീപ്പ് ചെയ്യുന്നത്? ആരുടെ കയ്യിലാണ് പ്രിൻസിപ്പൽ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് കീപ്പ് ചെയ്യുന്നത്? സെൻട്രൽ സൊസൈറ്റിയുടെ കയ്യിലാണ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉള്ളത്. സെക്ഷൻ 46 മെൻഷൻഡ് അബൌട്ട് ദി അപ്രൂവൽ ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ്. അതായത് സെക്ഷൻ 46-ൽ എന്താണ് പറയുന്നത്? ആരുടെ അപ്രൂവൽ വേണം? ഷെയർ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ അപ്രൂവലോട് കൂടി മാത്രമേ പറ്റുള്ളൂ. അതായത് സെക്ഷൻ 46 മെൻഷൻഡ് അബൌട്ട് അപ്രൂവൽ ഫോർ ദി പർച്ചേസ് ഓഫ് ഷെയർസ് ഫ്രം. ആരുടെ അപ്രൂവൽ വേണം? ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. ഷെയർ എടുക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ അപ്രൂവലോട് കൂടി മാത്രമേ പറ്റുള്ളൂ. ഡാഷ് മെൻഷൻഡ് അബൌട്ട് ദ ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൺ ഷെയർസ്. അതായത് സെക്ഷൻ 47 പ്രകാരം ലയബിലിറ്റി എപ്പോഴും എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അതായത് എത്ര ഷെയർ എടുത്തിട്ടുണ്ടോ, കോപ്പറേറ്റീവ് സൊസൈറ്റി നഷ്ടത്തിൽ പോയാലും ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ഞാൻ 50,000 രൂപയുടെ ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 50,000 രൂപ മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. ഷെയർ എത്ര എടുത്തോ അത്ര മാത്രമേ എനിക്ക് നഷ്ടം വരത്തുള്ളൂ. അതാണ് പറയുന്നത് ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് അപ് ടു ദ ഷെയർസ് ഹെൽഡ്. എത്ര ഷെയർ എടുത്തോ അതിനനുസരിച്ച് മാത്രമേ പോകത്തുള്ളൂ നഷ്ടം.
അങ്ങനെ പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 47. സെക്ഷൻ 44 പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, 45 സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. മനസ്സിലായോ? ദെൻ അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ അപ്രൂവലോട് കൂടി മാത്രമേ ഷെയർ എടുക്കാൻ പറ്റത്തുള്ളൂ. 46. 47 എന്ന് പറഞ്ഞാൽ എത്രയാണോ ഷെയർ ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്ര വരെ മാത്രമേ ലയബിലിറ്റി ഉള്ളൂ. ഓക്കെ. ദെൻ അടുത്തത് an apex society which has purchased shares in another societies from monies in the principal state partnership fund and central society which has purchased shares in the primary society. അതായത് വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഗവൺമെന്റ് അപ്പെക്സ് സൊസൈറ്റിക്ക് ഫണ്ട് കൊടുക്കുന്നു, എന്നിട്ട് പറയുന്നു അപ്പെക്സ് സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റിയിൽ നിന്നും ഷെയർ എടുക്കണമെന്ന് പറയുന്നു. ഗവൺമെന്റിന്റെ പൈസയാണ്, ഗവൺമെന്റിന്റെ പൈസ ആയതുകൊണ്ട് പറയുന്നു ഈ ഷെയർ എടുക്കണം എന്നുണ്ടെങ്കിലും ഗവൺമെന്റിന്റെ അനുമതിയും കൂടെ വേണം. നഷ്ടത്തിലുള്ളൊരു സൊസൈറ്റിയുടെ ഷെയർ ഒന്നും എടുക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഗവൺമെന്റിന്റെ അനുമതി മേടിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുമ്പോൾ അത് അപ്പെക്സ് സൊസൈറ്റിയുടെ കയ്യിലെത്തുമ്പോൾ സെക്ഷൻ 44 പ്രകാരമുള്ള പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആകുന്നു. ദെൻ അതിനുശേഷം ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് സെൻട്രൽ സൊസൈറ്റികളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പേര് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്നാകുന്നു. ഓക്കെ. ഈ ഫണ്ട് ഏറ്റവും താഴെയുള്ള PACSലേക്ക് എത്തുന്നു, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്ക് എത്തുന്നു. മനസ്സിലായോ? ആ രീതിയിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്ക് ഗവൺമെന്റിന്റെ ഫണ്ട് എത്തുന്നത്. ഓക്കെ. നമ്മൾ ഇനി എന്തായിരുന്നു പറഞ്ഞു വന്ന ഈ ഒരു ചോദ്യം, ഈ പറഞ്ഞ ചോദ്യം എന്താണെന്ന് നോക്കേ. അപ്പം അപ്പെക്സ് സൊസൈറ്റി ഷെയർ പർച്ചേസ് ചെയ്യുന്നു ഏതിൽ നിന്നാ? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന്. സെൻട്രൽ സൊസൈറ്റി സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് സെൻട്രൽ സൊസൈറ്റിയുടെ കയ്യിൽ എത്തുമ്പോൾ അത് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടായി മാറി. ഇങ്ങനെയൊക്കെ എടുത്ത് അവർ ആ പൈസ വെച്ചിട്ട് ഷെയർ പർച്ചേസ് ചെയ്യുന്നു. പ്രൈമറി സൊസൈറ്റീസ് ഫ്രം മണീസ് ഓർ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഷാൾ ബി എൻഡേറ്റഡ് ടു ഗെറ്റ് ഡിവിഡൻഡ് അറ്റ് ദ റേറ്റ് ഓഫ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ നമ്മുടെ ഈ സർക്കാരിൻ്റെ ഫണ്ട് പല പല രീതിയിൽ വന്ന് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടുമായി ആ ഒരു ഫണ്ട് വഴി നമ്മുടെ സെൻട്രൽ സൊസൈറ്റികൾ PACSൽ നിന്നും ഷെയർ എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്? അതായത് ഒരു ഗവൺമെന്റിന്റെ ഫണ്ടാണല്ലോ കിട്ടുന്നത്, അതുകൊണ്ട് സർക്കാരിന്റെ ആയതുകൊണ്ട് തിരിച്ചടയ്ക്കേണ്ടത് ഈ ഡിവിഡൻഡ് കൊടുക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഏതൊരാളും ഒരു ഗവൺമെന്റ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പർ ആയാലും ഒരു വ്യക്തിക്ക് കിട്ടുന്ന എല്ലാ പരിഗണനകളും ഗവൺമെന്റിന് കിട്ടും. അതുപോലെ തന്നെ അതിനപ്പുറം വേറൊരു പരിഗണന കിട്ടത്തുമില്ല. ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന അതേ പ്രിവിലേജ് മാത്രമേ ഒരു ഗവൺമെന്റിന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സെൻട്രൽ സൊസൈറ്റി സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് മുഖാന്തരം നമ്മുടെ PACSൽ നിന്നും ഷെയർ എടുത്തു കഴിഞ്ഞാൽ എത്ര ഡിവിഡൻഡ് ആണോ നോർമൽ വ്യക്തികൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ സെൻട്രൽ സൊസൈറ്റിക്കും കിട്ടും. അതാണ് പറയുന്നത്. നോക്കിക്കേ, സബ്സിഡറി പാർട്ട്ണർ ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടുമോ? ഇല്ല. ദെൻ അതുപോലെ തന്നെ ലെസ് റേറ്റ് പേയബിൾ ടു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനേക്കാട്ടിൽ കുറച്ചേ കിട്ടത്തുള്ളൂ. ദെൻ ഈക്വൽ ടു ദ ഡിവിഡൻഡ് പേയബിൾ ടു അതർ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ സൊസൈറ്റി. അതുപോലെ തന്നെ എല്ലാവർക്കും കൊടുക്കുന്ന അതേ പരിഗണനയാണോ എനിക്ക് ആ കോപ്പറേറ്റീവ് സൊസൈറ്റി തരുന്നത്? ഗവൺമെന്റ് പൈസ കൊടുത്തു, ആ പൈസ കൊടുത്തത് പ്രകാരം ഇവിടെ സെൻട്രൽ സൊസൈറ്റി ഷെയർ എടുത്തു. അപ്പോൾ സെൻട്രൽ സൊസൈറ്റിക്ക് ഒരു വ്യക്തിക്ക് എത്രയാണോ ഡിവിഡൻഡ് കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് സെൻട്രൽ സൊസൈറ്റിക്ക് ഈ പറഞ്ഞ PACS ഡിവിഡൻഡ് കൊടുക്കുന്നത് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സെക്ഷൻ 49 എന്താണ് പറയുന്നത്? സെക്ഷൻ 49 മെൻഷൻഡ് അബൌട്ട് ദ ഇൻഡെംനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി. സെക്ഷൻ 49 പറയുന്നു ഇൻഡെംനിറ്റി ഓഫ് സെൻട്രൽ ആൻഡ് അപ്പെക്സ് സൊസൈറ്റി. സെക്ഷൻ 49. ദെൻ അതുപോലെ ഇനി അടുത്ത് നോക്കാം. സെക്ഷൻ 50 നമ്മൾ പറയുന്നത് ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ്. ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ്, എങ്ങനെയാണ് ഷെയർ ക്യാപിറ്റലും ഡിവിഡൻഡും ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച്. ദെൻ അടുത്ത ചോദ്യം നോക്കേ. ഡാഷ് മെൻഷൻഡ് അബൌട്ട് ദ ഡിസ്പോസൽ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഓൺ ദ വൈൻഡിങ് അപ്പ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി. ഏത് സെക്ഷനകത്താണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നോർമലി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സഹായിക്കണമെന്ന് ഓൾ ഇന്ത്യ റൂൾ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി പറഞ്ഞു. അത് പ്രകാരമാണ് സ്റ്റേറ്റ് എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന ഒരു ഭാഗം തന്നെ നമ്മൾ പഠിക്കേണ്ടി വന്നത്. ചാപ്റ്റർ 6 സ്റ്റേറ്റ് എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഗവൺമെന്റ്
അപ്പെക്സ് സൊസൈറ്റിക്ക് ഒരു ഫണ്ട് കൊടുക്കുന്നു സെക്ഷൻ 44 പ്രകാരം. അതിന് പറയുന്ന ഒരു ഫണ്ട് കൊടുക്കുന്നു. അപ്പോൾ അവരതിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന. ഈ ഫണ്ട് സെൻട്രൽ സൊസൈറ്റിയുടെ കൈകളിൽ എത്തുമ്പോൾ അതിന്റെ പേര് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്നാകുന്നു. അങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഗവൺമെന്റിന്റെ ധനസഹായങ്ങൾ ഈ വകയിലെല്ലാം സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടായിട്ട് PACSന് കിട്ടുമല്ലോ. എന്നാൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വൈൻഡപ്പ് ചെയ്താൽ ഈ വാങ്ങിച്ച കാര്യം തിരിച്ചു കൊടുക്കണ്ടേ? എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏത് സെക്ഷനകത്ത് അതിനെ കുറിച്ച് പറയുന്നത്? സെക്ഷൻ 51 പറയുന്നത്. എന്താണ്? ഡിസ്പോസൽ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഇൻ ദ ഇവന്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി. ഇൻ ദ ഇവന്റ് ഓഫ് എന്താണ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓൺ ദി ഇവന്റ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി വൈൻഡപ്പ് ചെയ്താൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 51. ദെൻ അടുത്ത് നോക്കുക. ഇഫ് ആൻ അപ്പെക്സ് സൊസൈറ്റി വിച്ച് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് wound up or is dissolved, all money goes to. എവിടെ കൊടുക്കും? ആർക്ക് കൊടുക്കും? ഇങ്ങനെ ഒരു അപ്പെക്സ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് അപ്പെക്സ് സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് അപ്പെക്സ് സൊസൈറ്റിക്ക് കിട്ടി. ആരാ കൊടുത്തേ? ഗവൺമെന്റ് കൊടുത്തു. അതുകൊണ്ട് ഈ അപ്പെക്സ് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്താൽ ആദ്യം ഗവൺമെന്റിന് ഈ ഫണ്ട് തിരിച്ചു കൊടുക്കണം. ഓക്കെ. അഥവാ ഈ അപ്പെക്സ് സൊസൈറ്റി താഴോട്ട് പോയി ഇപ്പൊ ഇവർ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടായി, ദെൻ ഏറ്റവും താഴെയുള്ള PACS ആണ് വൈൻഡപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടാലും ലാസ്റ്റ് ഗവൺമെന്റിലേക്ക് തന്നെ ഇത് പോകണം എന്നാണ് പറയുന്നത്. ദെൻ നോക്കിക്കേ, ഓരോ ഓപ്ഷൻസും നോക്കിക്കേ. പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് ബൗണ്ട് അപ്പ് ദ ഡിസോൾവ് ദ മണി all money to the credited in which fund should be paid to the society. Then common liquidation fund maintained by registrar മെയിൻറ്റെയിൻ ചെയ്ത കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലാണോ? ദെൻ മെമ്പർ റിലീഫ് ഫണ്ട് മെയിൻറ്റെയിൻഡ് ബൈ രജിസ്ട്രാർ മെമ്പേഴ്സിനെ സഹായിക്കാൻ വേണ്ടി മെമ്പർ റിലീഫ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യും, അതിനകത്താണോ? ദെൻ കോമൺ ഗുഡ് ഫണ്ട് മെയിൻറ്റെയിൻഡ് ബൈ അപ്പെക്സ് സൊസൈറ്റിയുടെ കോമൺ ഗുഡ് ഫണ്ടിലേക്കാണോ? ഒന്നിലുമല്ല, ഗവൺമെന്റിന് തന്നെ ഇത് തിരിച്ചു കൊടുക്കണം. ഈ കൊടുത്ത അപ്പെക്സ് സൊസൈറ്റി തന്നെ വൈൻഡപ്പ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കിട്ടിയത് ഗവൺമെന്റിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. അതല്ല PACS ആണ് വൈൻഡപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? അവർ അപ്പെക്സ് സെൻട്രൽ സൊസൈറ്റിക്ക് കൊടുത്ത് അപ്പെക്സ് സൊസൈറ്റിക്ക് കൊടുത്ത് ഏറ്റവും താഴെ ഗവൺമെന്റിലേക്ക് അത് എത്തണം. മനസ്സിലായി? ഇതിപ്പോ ഡയറക്റ്റ് കൊടുത്ത സാധനം അവർക്ക് തന്നെ ആദ്യം തിരിച്ചു കൊടുക്കണം. അടുത്ത് നോക്ക്. ഡാഷ് മെൻഷൻഡ് അബൌട്ട് ദ എഗ്രിമെന്റ് ബൈ ഗവൺമെന്റ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റി. ഗവൺമെന്റും അപ്പെക്സ് സൊസൈറ്റിയും തമ്മിലുള്ള എഗ്രിമെന്റിനെ കുറിച്ച് പറയുന്നത്. അതായത് ഗവൺമെന്റ് ഒരു ഫണ്ട് അപ്പെക്സ് സൊസൈറ്റിക്ക് കൊടുക്കുന്നു, അവർക്ക് യൂസ് ചെയ്യാനല്ല കൊടുക്കുന്നത്, താഴെ ഉള്ളവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. അങ്ങനെ ഇവർ തമ്മിലുള്ള എഗ്രിമെന്റിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 52. സെക്ഷൻ 52 അപ്പെക്സ് സൊസൈറ്റിയും അതുപോലെ തന്നെ ഗവൺമെന്റും ദ എഗ്രിമെന്റ് മെൻഷൻഡ് അബൌട്ട് എഗ്രിമെന്റ് ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റിയും ഗവൺമെന്റും തമ്മിലുള്ള എഗ്രിമെന്റിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 52. ഇനി നമ്മൾ നോക്കിക്കേ, നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ടിലെ വളരെ കുറച്ച് ഭാഗങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് നാഷണൽ ലെവൽ ഫെഡറേഷൻസ്. കോപ്പറേറ്റീവ് കുറച്ചധികം സഹകരണ സ്ഥാപനങ്ങളുണ്ട്. എന്നിരുന്നാലും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഇഫ്കോയുടെ ചോദ്യങ്ങൾ, ഇഫ്കോയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇഫ്കോ വന്ന വർഷം എന്ന 1967 ഇഫ്കോ വന്നത്. ഒരു കോപ്പറേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വളം ഉൽപ്പാദനത്തിലെ ലോകത്തിലെ നമ്പർ 1 സ്ഥാപനമാണ്. സഹകരണ മേഖലയിലെ തന്നെ നമ്പർ 1 സ്ഥാപനമാണ് ഇഫ്കോ എന്ന് പറഞ്ഞാൽ. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇഫ്കോ. ഇൻ വിച്ച് ഇയർ വാസ് ഇഫ്കോ എസ്റ്റാബ്ലിഷ്ഡ്? ഇഫ്കോ വന്ന വർഷം 1967. 1967 ഇഫ്കോ വന്നത്. 1967 വന്ന സഹകരണ സ്ഥാപനമാണ് ഏത്? ഇഫ്കോ. ഓക്കെ. ദെൻ അതുപോലെ ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. വേർ ആർ ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇഫ്കോ? ഇഫ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഇഫ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ദെൻ ആരാണ് ഇഫ്കോയുടെ ഫുള്ളി ഓൺഡ് ആരാണ്? ആരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഇഫ്കോ? ഇഫ്കോ ഈസ് ഫുള്ളി ഓൺഡ് ബൈ ഇന്ത്യൻ കോപ്പറേറ്റീവ്സ്. ഇന്ത്യൻ സഹകാരികളുടെ സ്ഥാപനമാണ് ഇഫ്കോ. നോക്കിക്കേ, ഹു ഈസ് ഫുള്ളി ഓൺഡ് ഇഫ്കോ? ആരൊക്കെയാണ്? ഇന്ത്യൻ കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ കോപ്പറേറ്റീവ്സിന്റെ
പൂർണ്ണ അധീനതയിൽ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഇഫ്കോ. 1967 വന്നത്. ഇഫ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിട്ട് ന്യൂഡൽഹിയിലാണ്. ദെൻ നോക്കിക്കേ, ഈ ഇഫ്കോ തുടങ്ങിയ സമയത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 1967 ഇഫ്കോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 57 അംഗ മെമ്പേഴ്സിനെ വെച്ചിട്ടാണ് ഇഫ്കോ സ്റ്റാർട്ട് ചെയ്തത്. 57 അംഗ മെമ്പേഴ്സ് ആയിരുന്നു ഇഫ്കോയിൽ ഉണ്ടായിരുന്നത്. അടുത്ത് നോക്കിക്കേ, ഇഫ്കോ എന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇഫ്കോ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അത് ഫുള്ളി ഓൺ ചെയ്തിരിക്കുന്ന ആരാണ്? ഇന്ത്യൻ കോപ്പറേറ്റീവ്സ് ആണ്. അതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോപ്പറേറ്റീവ്സിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് 1967 വന്ന ഇഫ്കോ. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ദെൻ അടുത്തത്, വിച്ച് ഇനിഷ്യേറ്റീവ് വേറെ ഇംപ്ലിമെന്റഡ് ബൈ ഇഫ്കോ ഇൻ 1993? എന്താണ് ഇഫ്കോ 1993 ഇംപ്ലിമെന്റ് ചെയ്തത്? അതായത് ഇഫ്കോ ഇംപ്ലിമെന്റ് ചെയ്തത് എന്താണെന്നറിയാമോ? 1993 പഠിച്ചു വെച്ചേക്കണേ. ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സ്, അതുപോലെ തന്നെ ഫാമേഴ്സ് സർവീസ് സെന്ററും 1993 ഇഫ്കോ സ്റ്റാർട്ട് ചെയ്തു. നോക്കിക്കേ, ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സ് പിന്നെ ഫാമേഴ്സ് സർവീസ് സെന്ററും ഇഫ്കോ സ്റ്റാർട്ട് ചെയ്തത് 1993 എന്ന് വെച്ചാൽ ഇഫ്കോ എന്ന് പറഞ്ഞാൽ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വളം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്, സഹകരണ സ്ഥാപനമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇഫ്കോയാണ്. 1967 വന്നത്. ഓക്കെ. ദെൻ അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സബ്സിഡറീസ് ഓഫ് ഇഫ്കോ? ഇഫ്കോയുടെ സബ്സിഡറീസ് ഏതൊക്കെയാണെന്ന് നോക്കേ. ഇഫ്കോ കിസാൻ സേവാ ട്രസ്റ്റ്, ഇഫ്കോയുടെ ഒരു സബ്സിഡറിയാണ് ഇഫ്കോ കിസാൻ സേവാ ട്രസ്റ്റ്. പിന്നെ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ട്രസ്റ്റ്, കോഡറ്റ് എന്ന് പറയും, കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ട്രസ്റ്റ്, ഇഫ്കോ ബസാർ, കിസാൻ ഇന്റർനാഷണൽ ട്രേഡിംഗ്. ഇതെല്ലാം തന്നെ ഇഫ്കോയുടെ സബ്സിഡറീസ് ആണ്. ഒന്നുകൂടി പറയാം, ഇഫ്കോ കിസാൻ സേവാ ട്രസ്റ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ട്രസ്റ്റ്, കോഡറ്റ്, ഇഫ്കോ ബസാർ, കിസാൻ ഇന്റർനാഷണൽ ട്രേഡിംഗ്, ഇതെല്ലാം തന്നെ ഇഫ്കോയുടെ സബ്സിഡറീസ് ആണ്. ദെൻ ഡാഷ് ഈസ് എ ജോയിന്റ് വെഞ്ചർ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ അമാൻ, ജോർദാൻ വിത്ത് ഇഫ്കോ. ഇഫ്കോയുമായി ചേർന്നിട്ട് വന്ന ഒരു എന്തായിരുന്നു പറയുക, ഒരു ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ചേർന്ന് ബിസിനസ്, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് പോലെ ചെയ്യുന്നു. അതാണ് ജോയിന്റ് വെഞ്ചർ. അവരുമായിട്ട് ചേർന്നിട്ടുള്ളത് ജോർദാനുമായി ചേർന്ന് ഇഫ്കോ ചേർത്തിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചർ ബിസിനസ് എന്താ? ഇഫ്കോയും ജോർദാനും കൂടി ചേർന്നിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചർ ബിസിനസ് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ജിഫ്കോ, ജോർദാൻ ഇന്ത്യൻ ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് കമ്പനി. അപ്പം ജോർദാനിലെ ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് തന്നെ പറയാൻ പറ്റും. ഇഫ്കോ അല്ല, ഒമാനാണ്. ഇഫ്കോ കാനഡയുമായിട്ട് ചേർന്നാണ്. കിസാൻ ഇന്റർനാഷണൽ ട്രേഡിംഗ്, ഇതൊക്കെ സ്ഥാപനങ്ങളാണ്. പക്ഷെ ഇത് ജോർദാനുമായി ചേർന്നിട്ടുള്ളതല്ല. ജോർദാനുമായി ചേർന്നുള്ള എന്തായിരിക്കും അറിയാമോ? ജിഫ്കോയാണ്, ജോർദാൻ ഇന്ത്യൻ ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് കമ്പനി കേട്ടോ. ഓക്കെ. അപ്പോൾ ഒമിഫ്കോ എന്ന് പറഞ്ഞാൽ ഒമാനുമായി ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെട്ടിട്ടുള്ള സ്ഥാപനമാണ്. ഈ ഇഫ്കോയുടെ തന്നെ ഒരു സ്ഥാപനമാണ് ഒമിഫ്കോ എന്ന് പറഞ്ഞാൽ. ഒമാനിലെ ജോർദാൻ ആവുമ്പം അത് ജോർദാൻ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ല അല്ലേ? ജോർദാൻ ഇന്ത്യൻ ഫെർട്ടിലൈസേഴ്സ് കമ്പനി. ദെൻ അടുത്ത നോക്കേ, വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ അല്ലെങ്കിൽ വില്ലേജ് അഡോപ്ഷൻ പ്രോഗ്രാം. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വില്ലേജ് അഡോപ്ഷൻ പ്ലാനും ഉണ്ട്. വില്ലേജ് അഡോപ്ഷൻ പ്ലാനിനെ പറയുന്ന വേറൊരു പേരാണ് വില്ലേജ് അഡോപ്ഷൻ പ്രോഗ്രാം. അതുപോലെ തന്നെ വില്ലേജ് അഡോപ്ഷൻ സ്കീമുണ്ട്. നമ്മുടെ 1972 നമ്മുടെ SBI കൊണ്ടുവന്നതാണ്. ഒരു വില്ലേജിനെ മൊത്തത്തിൽ തിരഞ്ഞെടുത്തിട്ട് അവരുടെ മൊത്തത്തിലുള്ള ഉന്നമനം ലക്ഷ്യമിട്ടിട്ട് വന്നതാണ് വില്ലേജ് അഡോപ്ഷൻ സ്കീം എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും കൂടി തെറ്റിപ്പോകരുത്. വില്ലേജ് അഡോപ്ഷൻ സ്കീം അതല്ല. വില്ലേജ് അഡോപ്ഷൻ സ്കീം എന്ന് പറഞ്ഞാൽ SBI. വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ ആയിക്കോട്ടെ, പ്രോഗ്രാം ആയിക്കോട്ടെ, അത് പ്രോഗ്രാം എന്നോ പ്ലാൻ എന്നോ ചോദിച്ചാൽ അത് ഇഫ്കോയുടെ പരിപാടിയാണ്, ഇഫ്കോ കൊണ്ടുവന്നെയാണ്. അതാ പറഞ്ഞേ. വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ, പ്രോഗ്രാം, ഫാർമേഴ്സ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, സൈബർ ദഹബാസ്, അതുപോലെ തന്നെ കിസാൻ സഞ്ചാർ, സേവ് സോയിൽ ക്യാമ്പയിൻ എക്സെട്ര ആർ ദ പ്രോഗ്രാംസ് ഇംപ്ലിമെന്റഡ് ബൈ ആരാണ്? ഇഫ്കോ കൊണ്ടുവന്നതാണ്. ഇഫ്കോയുടെ പ്രോഗ്രാമുകൾ കൃത്യമായി പഠിച്ചു വെച്ചേക്കണം. എന്തൊക്കെയാണെന്ന് അറിയാമോ? എന്തൊക്കെയാ ഇഫ്കോയുടെ പ്രോഗ്രാമുകളാണ്? വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വില്ലേജ് അഡോപ്ഷൻ പ്ലാനോ അല്ലെങ്കിൽ പ്രോഗ്രാമോ എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ സൈബർ ദസ്ബാസ്, ദെൻ കിസാൻ സഞ്ചാർ, സേവ് സോയിൽ ക്യാമ്പയിന്,
ഇതെല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്തത് ആരാണ്? ഇഫ്കോയാണ്, മറന്നു പോകരുത്. ദെൻ അതുപോലെ അടുത്ത് നോക്കിക്കേ, ഇത് വില്ലേജ് അഡോപ്ഷൻ സ്കീം. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, വില്ലേജ് അഡോപ്ഷൻ സ്കീം എന്ന് പറയുമ്പോഴേ നിങ്ങൾ മാറ്റി ചിന്തിച്ചോണം. വില്ലേജ് അഡോപ്ഷൻ സ്കീം കൊണ്ടുവന്നത് നമ്മുടെ SBI ആണ്. ഓക്കെ, നമ്മൾ KS കാർഡ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെയും പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ടോപ്പിക്കുകൾ, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കോർപ്പറേഷൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, അതിനകത്ത് നിന്ന് എന്തായാലും ചോദ്യങ്ങളുണ്ടാവും. സോഴ്സ് ഓഫ് ഫണ്ടിൽ നിന്നും കൃത്യമായ ചോദ്യങ്ങളുണ്ടാകും. കാര്യങ്ങളെ മനസ്സിലാക്കി തന്നെ പഠിക്കണം. ദെൻ ഈ സോഴ്സ് ഓഫ് ഫണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്ഷനുകൾ എന്തായാലും ചോദിക്കും. സ്റ്റേറ്റ്മെന്റ് AP ചോദ്യങ്ങളിനകത്ത് സെക്ഷനുകൾ ചോദിക്കും. 44 മുതലുള്ള ചോദ്യങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചേക്കണം. സെക്ഷൻ 44 മുതൽ കൃത്യമായി പഠിച്ചു വെച്ചേക്കണം. അതുപോലെ തന്നെ ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും പഠിക്കണം. എങ്ങനെയാണ് ഇത് തിരിച്ചു കൊടുക്കുന്നതും എങ്ങനെയാണിത് വരുന്നതെന്നും ചിന്തിക്കണം. വന്ന വഴിയിൽ തന്നെയാണ് ഈ പറഞ്ഞ ഫണ്ടുകളെല്ലാം തിരിച്ചു പോവുകയും ചെയ്യുന്നത്. പിന്നെ ഒരുപാട് സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ഇഫ്കോയുണ്ട്, ക്രിപ്കോയുണ്ട്, ക്യാംകോയുണ്ട്, NCDC ഉണ്ട്. അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളെല്ലാം വന്ന വർഷം അവരുടെ ലക്ഷ്യം എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന സിലബസ് പൂർണ്ണമായും നിങ്ങൾ പഠിക്കാനായിട്ട് ഒരു തവണയെങ്കിലും ഒന്നും കൂടി റിവിഷൻ ചെയ്യാനുള്ള സമയം ഇനിയുണ്ട്. അതും കൂടി നിങ്ങൾ നോക്കണം. അപ്പോൾ ഈ കുറച്ചധികം ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് വീണ്ടും കാണാം.